നമസ്കാരം. ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ഒന്നാകെ ഉലയ്ക്കുന്ന ഇറാന്റെ പ്രത്യാക്രമണത്തിന്റെ വിവരങ്ങളാണ് 6ാം നാൾ നമ്മൾ കേൾക്കുന്നത്. അതോടൊപ്പം തന്നെ കനത്ത ആക്രമണം ഇസ്രയേലും നടത്തുകയാണ്. അമേരിക്ക ഇടപെട്ടാൽ പിന്നെ സമ്പൂർണ്ണ യുദ്ധമാകുമെന്ന അയത്തുള്ള അലി ഖാംനെയിയുടെ പ്രസ്താവന ഡൊണാൾഡ് ട്രംപിനുള്ള ചുട്ട മറുപടിയാണ്. സംഘർഷം അവസാനിപ്പിക്കണം എന്ന് ലോകരാഷ്ട്രങ്ങൾ ആഗ്രഹിക്കുമ്പോഴും സമാധാനത്തിനുള്ള മധ്യസ്ഥ നീക്കങ്ങളോട് ഇസ്രയേൽ മുഖം തിരിച്ചു നിൽക്കുകയാണെന്ന പരിഭവമാണ് റഷ്യ പങ്കിട്ടത്. നിലനിൽപ്പിനായുള്ള പോരാട്ടം എന്ന ഇസ്രായേലിന്റെ വാദത്തെ പൊളിക്കുന്നതാണ് അണ്വായുധ നിർമ്മാണത്തിന് ഇറാൻ ശ്രമിച്ചതിന്റെ തെളിവുകളില്ല എന്ന അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി തലവന്റെ പ്രസ്താവന. എങ്കിലും ഒരു ആണവ രാജ്യത്തോട് പൊരുതി ജയിക്കുക എന്നത് ഇറാന് അസാധ്യമാണ്. അമേരിക്കയുടെ ഇടപെടൽ ഏത് നിലയ്ക്ക് എന്നതിൽ അവ്യക്തത തുടരുമ്പോൾ സംഘർഷം കൂടുതൽ കനക്കുകയാണോ? എൻകൗണ്ടറിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. നയതന്ത്ര വിദഗ്ധൻ ശ്രീ വേണു രാജാമണി, വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ്, വിദേശകാര്യ വിദഗ്ധൻ ശ്രീ PM നാരായണൻ, സർവകലാശാല അധ്യാപകൻ ശ്രീ അഷ്റഫ് കടക്കൽ എന്നിവർ ഇന്നീ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഒപ്പം തന്നെ ഇസ്രായേലിലെ ഹൈഫ സർവകലാശാലയിൽ പഠിക്കുന്ന ഗവേഷക വിദ്യാർത്ഥി സൂരജ് രാജൻ ഹൈഫയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സൂം വഴി. ശ്രീ വേണു രാജാമണി, G7 ഉച്ചകോടിക്കിടെ അവിടുത്തെ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെക്കാതെ ഡൊണാൾഡ് ട്രംപ് മടങ്ങി. കൂടുതൽ പടക്കപ്പലുകളും വിമാനങ്ങളും യുദ്ധവിമാനങ്ങളും വെസ്റ്റ് ഏഷ്യ ലക്ഷ്യമാക്കി നീങ്ങുന്നു. എന്തായിരിക്കും അമേരിക്കയുടെ അടുത്ത നീക്കം എന്ന കാര്യത്തിൽ അവ്യക്തതകൾ നിലനിൽക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ഇസ്രായേൽ കൂടുതൽ ആക്രമണം നടത്തുന്നു. ഇറാന്റെ പ്രത്യാക്രമണവും അതേ തോതിൽ തന്നെ നടക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ ഇറാൻ യുദ്ധസമാനമായ ഈ സംഘർഷത്തിന് അയവ് വരുത്താൻ ഒരു നയതന്ത്ര നീക്കത്തിലൂടെയുള്ള ഒരു സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? അതല്ലെങ്കിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇന്നത്തെ സാഹചര്യം എടുത്തു നോക്കിയാൽ ഒരു നയതന്ത്ര നീക്കത്തിനുള്ള ഒരു അവസരം ഒന്നും കാണുന്നില്ല. പലരും അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. അറബ് രാജ്യങ്ങൾ, റഷ്യ, തുർക്കി മുതലായ രാജ്യങ്ങളെല്ലാം ഒരു ഡീ എസ്കലേഷൻ എങ്ങനെ സാധിക്കും എന്ന് ചിന്തിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇറാൻ അറബ് മധ്യസ്ഥർ വഴി അവർ ചർച്ചകൾക്ക് തയ്യാറാണ്, ഒത്തീർപ്പിന് തയ്യാറാണ് എന്ന് സന്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ള വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഗോപീഷ്ണൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥത്തെ സാഹചര്യം വളരെ അവ്യക്തമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് അമേരിക്ക നേരിട്ട് ഡയറക്റ്റായിട്ട് ഈ യുദ്ധത്തിൽ പങ്കാളിയാകുമോ എന്നുള്ളതാണ്. ഇന്നത്തെ വാർത്തകൾ എടുത്തു നോക്കിയാൽ ഇറാന്റെ ആണവ ആയുധ കേപ്പബിലിറ്റീസ് മുഴുവൻ നശിപ്പിക്കാനായി അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബ്സ് ആവശ്യമുണ്ട്. ആ ബോംബ്സ് അമേരിക്കയുടെ കൈവശം മാത്രമേ ഉള്ളൂ. അത് അമേരിക്ക നേരിട്ട് പങ്കുചേർന്നാലേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു വശത്ത് ട്രംപിന്റെ വലിയൊരു കോൺസ്റ്റിറ്റ്യുവൻസി, ഇവര് ട്രംപിനെ പിന്തുണയ്ക്കുന്ന വലിയ വിഭാഗം ആൾക്കാര് മറ്റൊരു യുദ്ധത്തിൽ അമേരിക്ക പങ്കാകുന്നതിൽ താല്പര്യപ്പെടുന്നില്ല. അതേസമയം ഇന്നത്തെ സാഹചര്യത്തിൽ അമേരിക്ക കൂടെ പങ്കുചേർന്നാൽ ഇറാനെ കീഴ്പ്പെടുത്താൻ സാധിക്കും. ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് മുഴുവൻ ഇല്ലാതാക്കാൻ സാധിക്കും. വേണ്ടി വന്നാൽ ഒരു റെജീം ചേഞ്ചും സാധ്യമാകും എന്നൊരു വിശ്വാസം ട്രംപിനുണ്ട്. അപ്പൊ ഇതിൽ ഏത് തീരുമാനം അദ്ദേഹം എടുക്കും എന്നുള്ളത് വ്യക്തമല്ല. വരും ദിവസങ്ങളെ തെളിയിക്കുകയുള്ളൂ. ശ്രീ വേണു രാജാമണി, യഥാർത്ഥത്തിൽ ഇസ്രയേൽ പറയുന്നത് പോലെ ഒരു അണ്വായുധ നിർമ്മാണത്തിന്റെ വക്കിൽ ഇറാൻ എത്തി എന്നത് എത്രത്തോളം ലോകത്തെ ബോധ്യപ്പെടുത്താൻ ഇസ്രായേലിനും അമേരിക്കയ്ക്കും കഴിഞ്ഞിട്ടുണ്ട്? ഇപ്പോൾ ഇന്ന് നമുക്ക് പുറത്തു വരുന്ന വിവരങ്ങൾ നോക്കുമ്പോൾ IAEAയുടെ ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസി തന്നെ പറഞ്ഞതായി പുറത്തു വരുന്ന റിപ്പോർട്ട്, "We did not have any proof of a systematic effort by Iran to move towards a nuclear weapon" എന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന കണ്ടു. അതായത്
ആ നിലയ്ക്ക് ഒരു അണ്വായുധ നിർമ്മാണത്തിന്റെ വക്കിലേക്ക് ഇറാൻ എത്തിയതിന്റെ ഒരു തെളിവും ഇല്ല എന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി പറയുമ്പോൾ ഇറാൻ ഏതാണ്ട് 90% യുറേനിയം സമ്പുഷ്ടീകരണത്തിന് അടുത്തെത്തിയിരിക്കുന്നു, അണ്വായുധത്തിലേക്ക് എത്തുന്നു എന്നൊക്കെയുള്ള വാദം എങ്ങനെയാണ് ലോകത്തിന് ബോധ്യപ്പെടുക? അങ്ങനെയാണെങ്കിൽ താങ്കൾ രണ്ടാമത് പറഞ്ഞ കാര്യം, അതായത് ഒരു റെജീം ചേഞ്ച്, ഒരു ഭരണമാറ്റം ഇറാഖിലും ലിബിയയിലും അഫ്ഗാനിസ്ഥാനിലുമൊക്കെ അമേരിക്ക ഇടപെട്ട് നടത്തിയതുപോലെ അങ്ങനെ ഒരു ഗൂഢപദ്ധതിയാണോ ഈ ആക്രമണത്തിന് പിന്നിലുള്ളത്? അങ്ങനെയാണെങ്കിൽ അമേരിക്ക സൈനിക രംഗത്തേക്ക് ഇറങ്ങുന്നത് നമ്മൾ കാണേണ്ടി വരില്ലേ? ഒരു റെജീം ചേഞ്ച് ഇതിന്റെ പിന്നിലൊരു ഉദ്ദേശമാണ് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു സംശയവുമില്ല. അത് ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാൽ അത് വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അമേരിക്ക യുദ്ധത്തിൽ പങ്കുചേർന്നാലും അവിടെ ഒരു റെജീം ചേഞ്ച് ഉണ്ടാകേണ്ട ആവശ്യമില്ല. മാത്രമല്ല, ഇവര് ഇസ്രയേലിന്റെ അണ്വായുധം നിർമ്മിക്കാനുള്ള കേപ്പബിലിറ്റീസ് നശിപ്പിക്കാൻ വേണ്ടി എന്ന് തുടങ്ങി വെച്ചിരിക്കുന്ന ഒരു യുദ്ധം യഥാർത്ഥത്തിൽ ഇസ്രയേലിലെ ഇറാന്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റീസ് നശിപ്പിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രയേൽ തുടങ്ങി വെച്ച യുദ്ധം യഥാർത്ഥത്തിൽ ഇറാനെ കൂടുതൽ ആ ഒരു ന്യൂക്ലിയർ വെപ്പൺസിലേക്കാണ് തള്ളിവിടുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ തീർച്ചയായും ഡയറക്ടർ ജനറൽ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പറയുന്നത് തന്നെയാണ് ശരി. ഇസ്രായേലിനോ അമേരിക്കയോ പറയുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ ക്രെഡിബിലിറ്റി അദ്ദേഹത്തിനാണ് ഉള്ളത്. അദ്ദേഹം ഒരു UN ഒഫീഷ്യലാണ്, ഒരു ഇന്റർനാഷണൽ ഏജൻസിയുടെ ഹെഡാണ്. അദ്ദേഹം പറയുന്നതാണ് ശരി. എന്നാൽ സങ്കടകരമായ അവസ്ഥ എന്ന് പറയട്ടെ, ഇന്ന് മൈറ്റ് ഇസ് റൈറ്റ് എന്നൊരു സാഹചര്യമാണ്. ഇസ്രയേലിന് ആ മിഡിൽ ഈസ്റ്റിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന ഒരു സ്ഥിതിയിലാണ്. ഇസ്രയേലിന് പൂർണ്ണ പിന്തുണ അമേരിക്കയിൽ നിന്നും ഉണ്ട് എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ ഒരു വസ്തുത. ശരി, ശ്രീ മോഹൻ വർഗീസ്, ഈ പോരാട്ടത്തിൽ തുടക്കത്തിൽ തന്നെ ഇസ്രയേൽ ഒരു മുന്നേറ്റം നടത്തിയതായി പറഞ്ഞത് അവിടുത്തെ പ്രധാനപ്പെട്ട ആണവ ശാസ്ത്രജ്ഞരെ, കമാൻഡോസിനെ, സൈനിക മേധാവികളെയൊക്കെ ഉന്നം വെച്ചതുപോലെ തന്നെ ഇല്ലാതാക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നതാണ്. അതിൽ അവർക്ക് ഏറ്റവും സഹായകരമായ ഗ്രൗണ്ട് ഒരുക്കിയത് മൊസാദാണ്. കാരണം സ്വന്തം രാജ്യത്ത് ഇറാനകത്ത് തന്നെ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ നിഷ്ഫലമാക്കിക്കൊണ്ട്, അതിനെ നിർവീര്യമാക്കിക്കൊണ്ട് എല്ലാ തരത്തിലും ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് അത് ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയുള്ള എല്ലാ തരത്തിലുമുള്ള ഇടപെടൽ നടത്താൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരുക്കങ്ങൾ നടത്താൻ മൊസാദിന് കഴിഞ്ഞു. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു, ഖംനിയുടെ ഒളിത്താവളം ഞങ്ങൾക്കറിയാം, പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, ഇപ്പോൾ വധിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന്. ട്രംപിൻ്റെ വാക്കുകളെ നമുക്ക് ഒരു ഘട്ടത്തിലും വിശ്വസിക്കാൻ കഴിയില്ല. താങ്കൾ തന്നെ മുൻപ് പറഞ്ഞതുപോലെ ട്രംപ് പറയുന്നതല്ല, അമേരിക്ക എന്ത് ചെയ്യുന്നു എന്നത് നോക്കി വേണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്നിരിക്കെ ഇനി അടുത്ത ടാർഗറ്റ് അയത്തുള്ള അലി ഖംനി ആയിരിക്കും എന്ന് നമ്മൾ സംശയിക്കേണ്ട സാഹചര്യം ഇപ്പോഴും ഉണ്ടായിട്ടുണ്ടോ? ഇനി അതാണ് ഇസ്രയേലും അമേരിക്കയും ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അത് എത്ര എളുപ്പത്തിൽ നടക്കുന്നതാണോ? കാരണം ഒളിത്താവളത്തിൽ നിന്നും ഭയന്ന് മാറിയിരിക്കുന്നു എന്നുമൊക്കെ ഇസ്രായേലും അമേരിക്കയും പറയുമ്പോൾ ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തു ഖംനി. കീഴടങ്ങില്ല, അടിച്ചേൽപ്പിക്കേണ്ടതല്ല യുദ്ധവും സമാധാനവും എന്ന് ട്രംപിന് മറുപടിയും പറഞ്ഞു. അപ്പോൾ ഇത് മറ്റൊരു വിരട്ടൽ മാത്രമാണോ? ശ്രീ ഗോപികൃഷ്ണൻ, മറ്റൊരു വിരട്ടൽ ആണ് എങ്കിൽ ഈ രീതിയിലേക്ക് ഇത് പോവില്ലായിരുന്നു. കൃത്യമായ അജണ്ടയുണ്ട്, പ്ലാനിംഗ് ഉണ്ട് ഇസ്രായേലിൻ്റെ ഭാഗത്ത്. അജണ്ട സെറ്റ് ചെയ്തത് അമേരിക്കയോട് പൂർണ്ണമായി ആലോചിച്ച് ഉറപ്പിച്ച് തന്നെയാണ്. ഇപ്പം ഡൊണാൾഡ് ട്രംപ് ആദ്യഘട്ടത്തിൽ പറഞ്ഞല്ലോ, ഞങ്ങളുടെ അനുവാദമോ സമ്മതമോ ഇല്ലാതെ ഇസ്രായേൽ ഏകപക്ഷീയമായി ഇറാനെ ആക്രമിച്ചു, അതിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറയുന്നിടത്ത് നിന്ന് കേവലം 48 മണിക്കൂറിനുള്ളിൽ തന്നെ ട്രംപ് മലക്കം മറിയുകയാണ്. ഞങ്ങൾ എക്കാലത്തും ഇസ്രായേലിനെ സഹായിച്ചിട്ടുണ്ട്, ഇനിയും അത് തുടരും. ഇപ്പോൾ ഇതാ പറയുന്നു, ഇസ്രായേലിൻ്റെ അതേ ഭാഷയിൽ തന്നെ അമേരിക്ക സംസാരിക്കുകയാണ്. ഒരു റെജീം ചേഞ്ച് എന്നത് ഇസ്രായേൽ എക്കാലത്ത് പറയുന്ന കാര്യം തന്നെ, പ്രഖ്യാപിത നയമാണ്. ആയത്തുള്ള അലി ഖമേനി മാറാതെ, സ്ഥാനത്യാഗം ചെയ്യാതെ, ഇറാൻ സറണ്ടർ ചെയ്യാതെ, അല്ലെങ്കിൽ ഭരണമാറ്റം ഉണ്ടാകാതെ ഈ യുദ്ധത്തിന് അവസാനമില്ല. അതുകൊണ്ട് ഇസ്രായേൽ സെറ്റ് ചെയ്ത, അമേരിക്കയുടെ അനുഗ്രഹത്തോടു കൂടി സെറ്റ് ചെയ്ത അജണ്ടയുടെ പൂർത്തീകരണത്തിന് വേണ്ടി അമേരിക്കയും ഇപ്പോൾ ഇസ്രായേലിനോട് കൂടുതൽ പരസ്യമായി ചേർന്ന് നിൽക്കുന്ന കാഴ്ച കണ്ടു. ഇവിടെ കൃത്യമായി ശ്രീ വേണു രാജാമണി പറഞ്ഞത് കൃത്യമായ നിരീക്ഷണമാണ്. ഇതൊരു കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ, ഒരു അജണ്ട സെറ്റ് ചെയ്ത് നടപ്പാക്കാനുള്ള ശേഷിയും ശേമുഷിയുമുള്ള ഇസ്രായേലും അമേരിക്കയും മധ്യപൗരസ്ത്യ പ്രദേശത്തിൻ്റെ ഭൗമരാഷ്ട്രീയം തങ്ങൾക്ക് അനുകൂലമായി മാറ്റിയെടുക്കാനുള്ള
ഏറ്റവും അനുകൂലമായ അന്തരീക്ഷം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തി എന്ന് തന്നെയാണ് ശ്രീ ഗോപികൃഷ്ണൻ ഈ തരുണത്തിൽ കാണാവുന്നത്. ഇനി നോക്കൂ, ഇവിടെ ഇസ്രയേലിന് ഇറാനോട് എന്താണ് ഇത്രയധികം വിരോധം എന്ന് ചോദിച്ചാൽ അതിനൊരു കൃത്യമായ ഉത്തരമില്ല. പക്ഷേ ഇസ്രയേലിൻ്റെ സെക്യൂരിറ്റി പാരഡൈം തന്നെയാണ് അതിന് കാരണമായി പറയുന്നത്. ഇനി തിരിച്ച് ഇറാൻ ഇസ്രയേലിനോട് എന്താണ് വിരോധം എന്ന് ചോദിച്ചാൽ അതിനും കൃത്യമായ ഒരു ഉത്തരവില്ല. പക്ഷേ മൊത്തത്തിൽ ഒരു ആൻറ്റി സയനിസ്റ്റ്, ആൻറ്റി വെസ്റ്റ് റെറ്ററിക്കിലാണ് ആ സമൂഹം 1979 മുതൽ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മളിനിയും ബോംബിൻ്റെ കാര്യത്തിലേക്ക് വരേണ്ടതുണ്ട്, ആണവ ആയുധത്തിൻ്റെ കാര്യത്തിലേക്ക് വരേണ്ടതുണ്ട്. ഇറാന് എന്തുകൊണ്ട് നിഷ്പക്ഷമായി ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തിനു വേണ്ടിയാണ് ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നത്? വിദ്യുത് ശക്തി ഇറാന് ആവശ്യമില്ല, അല്ലെങ്കിൽ തെർമൽ പവർ മാത്രം മതിയാകും. ഹൈഡ്രോ കാർബണിൻ്റെ വലിയ നിക്ഷേപമുണ്ട്, ക്രൂഡ് ഓയിൽ നിക്ഷേപമുണ്ട്, അത് മതിയാകും വൈദ്യുതി ആവശ്യത്തിന് വേണ്ടി. ഒരിക്കലും ആണവ ഇന്ധനം ഉപയോഗിച്ചുകൊണ്ട് സമ്പുഷ്ടീകരണത്തിൻ്റെ ഫലമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി 60% ആണവ സമ്പുഷ്ടീകരണം നടത്തേണ്ടതില്ല. അത് കേവലം 3, 4, 5% വരെ സമ്പുഷ്ടീകരണം മതിയാകും. അങ്ങനെയെങ്കിൽ അതീവ നിർണായകമായ സെൻട്രിഫ്യൂജുകൾ, പുതിയ സെൻട്രിഫ്യൂജുകൾ, അതീവ കൃത്യതയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ആണവ ആയുധ നിർമ്മാണത്തിലേക്ക് തന്നെയാണ് ഇറാൻ പോകുന്നത് എന്ന് അമേരിക്കയോ ഇസ്രായേലോ വിചാരിച്ചാൽ അവരെ കുറ്റം പറയാനാവില്ല. പക്ഷെ ഒരു കാര്യം കൂടി ചേർത്ത് വായിക്കണം. ഇവിടെ കേട്ട ഒരു കാര്യം, അത് കൃത്യമായ കേന്ദ്രത്തിൽ നിന്നാണ് വരുന്നത്. ഇത് തെളിയിക്കാൻ സ്ഥിതിവിവരക്കണക്കുകൾ ഒന്നും തന്നെ ഇല്ല. ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നു, കൃത്യമാണ്. ആണവ സമ്പുഷ്ടീകരണം ആണവായുധ നിർമ്മാണത്തിലേക്ക് കടക്കുന്നു എന്ന് തെളിയിക്കേണ്ടത്, എന്ന് കൃത്യമായി പറയേണ്ടത്, നിരീക്ഷിക്കേണ്ടത് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയാണ്. അവരുടെ നമ്മൾ ഈ കാര്യത്തിൽ സംശയിക്കുന്നത് ഒരു രാഷ്ട്രത്തിന്റെ പരമാധികാരത്തെ ഭേദിച്ച് ഇതുപോലെ അമേരിക്ക നടത്തിയ ഇടപെടലുകൾക്കൊക്കെ ഇതിനു മുൻപും പല കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാണ് ഇറാഖിലേക്ക് അവർ ഇരച്ചു കയറിയത്. അന്ന് ഐക്യരാഷ്ട്രസഭയിൽ കോളിൻ പൗലൊക്കെ പറഞ്ഞിരുന്നത് ഈ ബയോളജിക്കൽ വെപ്പൺസ് അതിൽ ആളുകളെ കൂട്ടക്കൊല ചെയ്യുന്നു, അതിൻ്റെ തെളിവുകൾ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. പിന്നീട് IAEA പരിശോധനയിലും ബ്രിട്ടൻ നടത്തിയിട്ടുള്ള പരിശോധനകളിലും ഒക്കെ പുറത്തു വന്നത് അതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ്. അപ്പോൾ ലോകത്തെ കബളിപ്പിച്ചുകൊണ്ട് ഇതുപോലെ പരമാധികാര രാഷ്ട്രത്തിൽ ഇടപെടൽ നടത്തുന്ന അമേരിക്കയുടെ തന്ത്രം ഇതിനു മുൻപും നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. തീർച്ചയായും അമേരിക്കയുടെ ആ തന്ത്രം തന്നെയാണ് റെജീം ചേഞ്ചിന് ഒരു കാരണം പറയണം. അതിൻ്റെ പേരാണ് ലെജിറ്റിമൈസേഷൻ. ഒരു കാര്യം എന്തായാലും ചെയ്യാൻ പോകുന്നു എങ്കിൽ പിന്നെ അതിനോട് ന്യായീകരണം പറയണം. ഓർക്കൂ, പണ്ട് കൊച്ചു കുട്ടികൾക്ക് പരിചിതമായ ഒരു കഥയുണ്ടല്ലോ, ഈ സിംഹവും ആടും കഥയുണ്ടല്ലോ. ഒരു അരുവിയുടെ വളരെ മുകളിൽ നിന്നുകൊണ്ട് സിംഹം നിൽക്കുകയാണ്, ആട് താഴെ നിന്ന് വെള്ളം കുടിക്കുകയാണ്. അപ്പോൾ ഇതാ സിംഹം പറയുന്നു, ഞാൻ നിന്നെ കൊന്ന് തിന്നാൻ പോവുകയാണ്, നീ എൻ്റെ വെള്ളം കലക്കിയിരിക്കുന്നു. ആട് പറഞ്ഞു, ഞാൻ എങ്ങനെ നിങ്ങളുടെ വെള്ളം കലക്കും? ഞാൻ താഴെ നിന്നാണല്ലോ വെള്ളം കുടിക്കുന്നത്, അരുവി മുകളിൽ നിന്നും താഴേക്കല്ലേ ഒഴുകുന്നത്? നീ അല്ല കലക്കിയിരിക്കുന്ന, നിന്റെ പിതാമഹന്മാർ എൻ്റെ വെള്ളം കലക്കിയതിൻ്റെ പ്രതികാരമായി ഞാനിതാ നിന്നെ ഭക്ഷിക്കാൻ ഒരുങ്ങുന്നു എന്ന് പറയുന്ന അതേ യുക്തി തന്നെയാണ്. എന്തെങ്കിലും ഒരു ന്യായം കണ്ടുപിടിച്ച് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ. നോക്കൂ, സദ്ദാം ഹുസൈനെ പുറത്താക്കണം. ഇറാനിൽ ക്ഷമിക്കണം, ഇറാഖിൽ ഭരണമാറ്റം കൊണ്ടുവരണമെന്ന് അമേരിക്ക ആഗ്രഹിച്ചു. അങ്ങനെയെങ്കിൽ സദ്ദാം ഹുസൈനെ പുറത്താക്കുന്നതിന് ലോകത്തിന് മുന്നിൽ ന്യായമായ ഒരു കാരണം പ്രസന്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് സദ്ദാം ഹുസൈൻ്റെ കയ്യിൽ കെമിക്കൽ വെപ്പൺസ് ഉണ്ട്. അതിൻ്റെ മാനുഫാക്ചറിങ്ങിൻ്റെ ചുമതല, മേക്കിങ്ങിൻ്റെ ചുമതല അദ്ദേഹത്തിന് സദ്ദാം ഹുസൈൻ്റെ ബന്ധുവായ കെമിക്കൽ അലി, അദ്ദേഹമാണ് ഇതിൻ്റെ പിന്നിൽ. അതുപോലെ ജൈവ ആയുധങ്ങളുണ്ട്. വലിയ രോഗങ്ങൾ വരുത്താൻ കഴിയുന്ന വൈറസുകളെ ഇളക്കി വിട്ടുകൊണ്ട് ആ രാജ്യം ചുറ്റുപാടിനെ മുഴുവൻ തന്നെ നശിപ്പിച്ചു കളയും. ഇപ്പോൾ സദ്ദാം ഹുസൈനെ അട്ടിമറിച്ചില്ല എങ്കിൽ ആ പ്രദേശത്തിൻ്റെ സർവനാശമായിരിക്കും. ദർ വർ ടേക്കേഴ്സ് ഫോർ ദിസ് ആർഗ്യുമെന്റ്. ലോകമെമ്പാടുമുള്ള ജനം അത് വിശ്വസിച്ചു. അങ്ങനെയെങ്കിൽ ഇറാഖിനെ കീഴടക്കി അകത്ത് ചെന്ന് കഴിയുമ്പോൾ കാണണമല്ലോ ജൈവായുധങ്ങളോ രാസായുധങ്ങളോ കാണണമല്ലോ. സദ്ദാം ഹുസൈൻ ബസ്രയിൽ ഷിയാക്കളെ കൂട്ടക്കൊല ചെയ്തു എന്നത് ശരിയാണ്. അല്ലെങ്കിൽ വടക്കൻ കുർദ് മേഖലകളിൽ കുർദുകളുടെ വലിയ വംശനാശം വരത്തക്ക രീതിയിൽ വലിയ ആക്രമണം അഴിച്ചുവിട്ടു എന്ന് നേരാണ്. പക്ഷേ അവിടെ രാസായുധം ജൈവായുധം ഉപയോഗിച്ചു എന്ന ആരോപണം തെളിയിക്കാനോ വലിയ രീതിയിൽ തന്നെ നിർമ്മാണമുണ്ട് എന്നത് തെളിയിക്കാനോ പിന്നീട് കണ്ടില്ല. അതായത് ആടുമില്ല, ആട് കിടന്നെടുത്ത് പൂടയുമില്ല എന്ന മട്ടിലായി അവസാനം കാര്യങ്ങൾ. സദ്ദാം ഹുസൈനെ സ്ഥാനത്യാഗം ചെയ്യേണ്ടി വന്നു. അദ്ദേഹത്തെ വിചാരണ ചെയ്ത് വധിച്ചു. ഇറാഖ് തീവ്രവാദികളുടെ കയ്യിലേക്ക് പോയി. ISIS ഒക്കെ നിറഞ്ഞാടുന്ന ഒരു ഘട്ടത്തിലേക്ക് ഒരു ഫെയിൽഡ് സ്റ്റേറ്റായി ഇറാഖ് മാറി. അതുപോലെ ഒരു സാഹചര്യം സൃഷ്ടിക്കാനാണോ ഇപ്പോൾ പാശ്ചാത്യ ലോകം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ന്യായമായ സംശയമാണ്. പക്ഷേ ആണവ സമ്പുഷ്ടീകരണം
60% എത്തി നിൽക്കുന്നു എന്നത് വസ്തുതയാണ്. അത് എന്തിനു വേണ്ടി എന്നതിനെക്കുറിച്ച് ഒരുപാട് സ്പെക്കുലേഷൻസ് ഉണ്ടാകാം. ആ സ്പെക്കുലേഷൻസ് തീർച്ചയായും ഇസ്രായേലിന് അലോസരം വരുത്തുന്നതാണ്. അമേരിക്കയുടെ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ്, അതേപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഗൾഫ് കോപ്പറേഷൻ കൗൺസിലിലെ സൗദി അറേബ്യയും UAE പോലെയുള്ള രാജ്യങ്ങളെ ഈ ഒരു സ്കീം ഓഫ് തിങ്സിൽ കൺവേർജൻസ് ഓഫ് സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് ഓഫ് ദി അറബ് ഇസ്ലാമിക് സുന്നി വേൾഡ് ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ഇസ്രായേൽ, ഇതെല്ലാം ദേ ആർ ഓൾ ഓൺ ദ സെയിം പേജ്. ഇതങ്ങനെ വരികയാണ്. ഇത് ആകസ്മികമായി സംഭവിക്കുന്നതാണ് എങ്കിൽ പോലും ഈ താല്പര്യങ്ങളെല്ലാം ഒരുമിച്ച് വരുമ്പോൾ G7 ഉൾപ്പെടെയുള്ള ഒരു സമിതി, നിഷ്പക്ഷമായിട്ടാണ് G7 മീറ്റിംഗ് 2 ദിവസം മുമ്പ് തുടങ്ങിയത്. പക്ഷേ ട്രംപ് പാതി വഴിയിൽ പിൻവാങ്ങി സിറ്റുവേഷൻ റൂമിലെത്തി. അതിനുശേഷം G7 രാജ്യങ്ങൾ എന്താണ് ചെയ്തത്? അവർ ഇസ്രായേലിനെ വെള്ളപൂശിക്കൊണ്ടും ഇറാനെ കുറ്റപ്പെടുത്തിക്കൊണ്ടും ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണമാണ് ഈ റൗണ്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് വിധി എഴുതുന്ന കാഴ്ചയാണ് കണ്ടത്. യൂറോപ്യൻ യൂണിയനും സമാനമായ രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത്. ആകപ്പാടെ ഇറാൻ എന്തെങ്കിലും പ്രതീക്ഷ നൽകുന്ന തീരുമാനങ്ങൾ വന്നത് റഷ്യയിൽ നിന്നും തുർക്കിയിൽ നിന്നും ചൈനയിൽ നിന്നുമാണ്. റഷ്യ ഔപചാരികതയുടെ പേരിൽ പറഞ്ഞു വെച്ചു ഇറാൻ സംരക്ഷിക്കപ്പെടേണ്ട ഒരു പ്രദേശമാണ്, ഇസ്രായേലിന്റെ ആക്രമണം തെറ്റാണ്, പക്ഷേ ഇടപെടാൻ, മധ്യസ്ഥത വഹിക്കാൻ റഷ്യ തയ്യാറാണെങ്കിലും അത് സ്വീകരിക്കാൻ ഒരുപക്ഷെ ഇസ്രായേൽ തയ്യാറാവില്ല എന്നത് നിശ്ചയമാണ്. അതേപോലെ തന്നെ ചൈനയും പറഞ്ഞു വെച്ചു. മുൻകാലങ്ങളിൽ ഒന്നും തന്നെ ചൈന കാര്യമായ ഇടപെടലുകൾ നടത്തിയിട്ടില്ല. യുദ്ധവുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. അത് നമ്മൾ പഹൽഗാമിന് ശേഷം വന്ന ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നമ്മൾ കണ്ടതാണ്. ചൈന ഏതെങ്കിലും രീതിയിൽ പാകിസ്ഥാൻ അനുകൂലമായി രംഗത്ത് വരുമോ എന്ന ഒരു ആശങ്ക ഉണ്ടായിരുന്നു ഇന്ത്യക്ക്. അത് സംഭവിച്ചില്ല. അതുകൊണ്ട് ചൈനയുടെ നിലപാട് ശുഭോദർക്കമായി തോന്നാം ഇറാന്, എങ്കിലും രംഗത്ത് വരാൻ സാധ്യത കുറവാണ്. തുർക്കിയുടെ എർദോഗാൻ എക്കാലത്തും പ്രസ്താവന സാഹിത്യം നടത്തുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് സ്വന്തം മുഖം രക്ഷിക്കണം, സ്വന്തം രാജ്യത്തിനുള്ളിൽ എന്തെങ്കിലും വമ്പ് പറഞ്ഞ് മേനി പറഞ്ഞ് നിൽക്കണം, ഒരു ഇസ്ലാമിക് കോസ് എന്ന രീതിയിൽ അത് ഏറ്റെടുക്കണം, ഇസ്ലാമിക ലോകത്തിന്റെ തലപ്പത്തെത്താൻ തുർക്കി ആഗ്രഹിക്കുന്നു. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ ഇറാന്റെ ഒരു രക്ഷയ്ക്കെത്തേണ്ടത്? അമേരിക്കയും ഇസ്രായേലും ചേർന്ന് കഴിഞ്ഞാൽ ഇറാൻ ഒരു കാരണവശാലും അധികം മുന്നോട്ട് പോകാനൊക്കില്ല. നോക്കൂ, ISS കാൾസൺ എത്താൻ തുടങ്ങുന്നു. ആ മധ്യപൂരസ്യ പ്രദേശത്തിന് തെക്കൻ കടലുകളിൽ എത്താൻ തുടങ്ങുന്നു. ഓൾറെഡി മറ്റൊരു കപ്പൽ USS നിമിറ്റ്സ് എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം തന്നെ ഒരു ബിൽഡപ്പാണ്, ഒരു ബാറ്റിൽ ബിൽഡപ്പാണ്. യുദ്ധ സമാനമായ സാഹചര്യമല്ല. യുദ്ധം ഏത് നിമിഷവും അമേരിക്ക ഇടപെടും എന്ന രീതിയിലാണ്. 50,000-ഓളം അമേരിക്കൻ ട്രൂപ്സ് ആണ് ആ പ്രദേശത്തുള്ളത്. അവരോട് ഹൈ അലർട്ട് പറഞ്ഞിരിക്കുകയാണ്. കൂടുതൽ അമേരിക്കൻ ബ്രിട്ടീഷ് വിമാനങ്ങൾ ആ ഭാഗത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ട്രംപിന്റെ പ്രസ്താവന, കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന ഉൾപ്പെടെ ചേർത്ത് വായിക്കുമ്പോൾ നിശ്ചയിച്ചുറപ്പിച്ച ഒരു പദ്ധതി, ഒരു തിരക്കഥ, അത് തയ്യാറാക്കിയത് ഇസ്രായേൽ ആണെങ്കിലും അമേരിക്കയുടെ ബോർഡ് റൂമിൽ ഇരുന്നു കൊണ്ട് ഇസ്രായേൽ തയ്യാറാക്കിയ തിരക്കഥ രണ്ടുപേരും കൂടെ ചേർന്ന്, ഇസ്രായേലും അമേരിക്കയും കൂടെ ചേർത്ത് നടപ്പാക്കുന്ന, ആടിത്തിമർക്കുന്ന, സ്റ്റേജ് ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് എൻഡ് ഗെയിം പോളിറ്റിക്സ് വിശകലനം ചെയ്താൽ യഥാർത്ഥത്തിൽ റെജീം ചേഞ്ചിലേക്ക് നിൽക്കണം. ഇനി എങ്ങനെയാണ് റെജീം ചേഞ്ച് എന്നതിനെക്കുറിച്ച് മാത്രമേ ആക്ഷേപമുള്ളൂ. കാരണം ഒരുപക്ഷെ ഒരു ജനകീയ പ്രക്ഷോഭം ഉണ്ടാകും എന്ന രീതിയിൽ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് സംസാരമുണ്ടാകുന്നു. ജനം അസംതൃപ്തരാണ്. അവർ വലിയ രീതിയിൽ ഒരുതരം ഇൻറ്റിഫാഡ അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ ഒരുതരം ചെറുത്തുനിൽപ്പ് ഭരണകൂടത്തിനെതിരെ ചെയ്യും. എനിക്കതിൽ വിശ്വാസമില്ല. അങ്ങനെ ചെയ്യാൻ സാധ്യത കുറവാണ്. കാരണം ജനം ഇതുവരെ തെരുവിൽ ഇറങ്ങിയിട്ടില്ല. അങ്ങനെയൊരു സൂചനകൾ ഒന്നും തന്നെ ഇല്ല. ഫേംലി എൻട്രഞ്ച്ഡ് ആണ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ആ ഒരു ഭരണകൂടം, ഫേംലി എൻട്രഞ്ച്ഡ് ആണ്. എന്നാൽ ആർമിക്കുള്ളിൽ ഇപ്പോൾ കൊലപാതകങ്ങളുടെ ഒരു പരമ്പര തന്നെ. ഉന്നത സൈനിക ജനറൽമാർ, IRGCയുടെ തലപ്പത്തുള്ളവർ, എല്ലാം ആണവശാസ്ത്രജ്ഞന്മാർ എല്ലാം കൊല്ലപ്പെട്ടതിന് പിന്നിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഇസ്രായേലിന്റെ കൃത്യമായ പ്ലാനിംഗ് ഉണ്ട്, ആസൂത്രണമുണ്ട്, മോസാദിന്റെ കാര്യങ്ങളുണ്ട്. അത് ഡീപ്ലി എൻട്രഞ്ച്ഡ് ആണ്. അതും തുച്ഛീകരിച്ച് കാണാനാവില്ല. അങ്ങനെയുണ്ടെങ്കിൽ ആർമിക്കുള്ളിൽ ഇറാന്റെ റെവല്യൂഷണറി ഗാർഡിനുള്ളിൽ ഒരു ചേഞ്ച് ഓഫ് ഗാർഡ് സംഭവിക്കുമോ? നോക്കിയിരുന്ന് കാണേണ്ടതാണ്. ഒരുപക്ഷെ അത് ഒഴിവാക്കാൻ വേണ്ടിയായിരിക്കും ഇതാ ഞാൻ നിങ്ങളെ അധികാരമേൽപ്പിക്കുന്നു എന്ന് ആയത്തുള്ള അലി ഖൊമേനി ബങ്കറിൽ ഇരുന്നുകൊണ്ട് പറയുകയാണ്. ഒരുപക്ഷെ കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ. അത് മാത്രമല്ല ഡോക്ടർ മോഹൻ വർഗീസ്, കമ്പനിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഉപദേശകർ, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശക വൃന്ദത്തിലെ ഉപദേശകർ നഷ്ടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ നടപ്പാക്കാനുള്ള താങ്കൾ പറഞ്ഞതുപോലെ ഉന്നത ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം ഒളിവിൽ കഴിയുന്ന സാഹചര്യത്തെ കുറിച്ച് അമേരിക്ക പറയുന്നത് അതൊക്കെ ഞങ്ങൾക്കറിയാം, പക്ഷേ ഞങ്ങൾ ഇപ്പോൾ മിണ്ടാതിരിക്കുകയാണെന്ന് പറയുന്നു. ശ്രീ അഷ്റഫ് കടക്കൽ, ഈ ഒരു സാഹചര്യത്തിൽ, അതായത് ഇറാനകത്ത് ആഭ്യന്തര അസ്വസ്ഥതകളുണ്ട്, അതിൽ ഈ ഭരണകൂടത്തിനെതിരെ വിയോജിപ്പുള്ളവർ, ഈ ഭരണകൂടം മാറണമെന്ന് ആഗ്രഹിക്കുന്നവർ, അതിനെതിരെ നിശബ്ദമായി പ്രതിഷേധിക്കുന്നവർ ധാരാളമുണ്ട്.
അങ്ങനെ ഒരു വിഭാഗം സേനയ്ക്കകത്തും ഉണ്ടെങ്കിലല്ലേ മൊസാദിനെ പോലെ ഒരു സംഘത്തിന് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയൂ. കാരണം അവിടെ ഗ്രൗണ്ടിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അവരെ പ്രതിരോധ സംവിധാനങ്ങളെ അവരുടെ രാജ്യത്തിനകത്തു നിന്നാണ് തകർത്തിട്ടുള്ളത്. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ജനറൽമാരെ, ആണവശാസ്ത്രജ്ഞന്മാരെ ഉന്നം വെച്ച് അവരെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മൊസാദിന്റെ പദ്ധതിയായിരുന്നു എല്ലാം. അത് ഇറാൻ പോലെ ഒരു രാജ്യത്ത് നടപ്പാകണമെങ്കിൽ സ്വാഭാവികമായും അവിടെ ഗ്രൗണ്ട് സപ്പോർട്ട് അവർക്കുണ്ടായല്ലേ മതിയാകൂ. അങ്ങനെയാണെങ്കിൽ റെജീം ചേഞ്ച്, ഒരു ഭരണമാറ്റം എന്നതാണ് അമേരിക്ക ഇസ്രയേൽ ഈ തിരക്കഥയിലെ പ്രധാനപ്പെട്ട ലക്ഷ്യവും ഉദ്ദേശവുമെങ്കിൽ അടുത്ത അമേരിക്കയുടെയും ഇസ്രയേലിന്റെ ലക്ഷ്യം ഖംനിയുടെ ജീവനാകില്ലേ? അതിലേക്ക് കാര്യങ്ങൾ എത്തുമോ? എത്താനുള്ള സാധ്യതകളുണ്ടോ? ഇറാനിലെ ഭരണകൂടത്തെ മാറ്റുക എന്നത് ഇറാഖിലും ലിബിയയിലുമൊക്കെ നടപ്പാക്കിയതുപോലെ, അഫ്ഗാനിലുമൊക്കെ നടപ്പാക്കിയതുപോലെ അത്ര എളുപ്പത്തിൽ നടക്കുന്ന ഒന്നാകുമോ? അലി ഖാംനയിയെ വധിച്ചതുകൊണ്ട് ഇറാനിലെ നിലവിലുള്ള സംവിധാനത്തിന് പ്രത്യേകിച്ചൊരു മാറ്റവും വരാൻ പോകുന്നില്ല. കാരണം അലി ഖാംനയി ഖുമൈനിയുടെ ഇസ്ലാമിക് ഗവൺമെന്റ് എന്ന അദ്ദേഹത്തിന്റെ ഒരു തിസിസ് ഉണ്ട്. ആ തിസിസാണ് മുസ്ലിം ലോകത്ത് ആദ്യമായി ഒരു പുതിയ പൊളിറ്റിക്കൽ പ്രിൻസിപ്പിൾ അവതരിപ്പിച്ചത്. അതായത് ഒരു സ്പിരിച്വൽ ലീഡർ ആയിരിക്കും ടെമ്പറൽ ആൻഡ് സ്പിരിച്വൽ ഹെഡായി, സ്റ്റേറ്റിന്റെ ഹെഡായിട്ട് വരുന്നത്. അദ്ദേഹം ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടില്ല. അദ്ദേഹത്തെ സാങ്കേതിക ഭാഷയിൽ വിലായത്തെ ഫക്കീഹ് എന്നാണ്. ഫക്കീഹ് എന്ന വാക്കിനർത്ഥം ജൂറിസ്റ്റ് എന്നാണ്. ഒരു ജൂറിസ്റ്റിന്റെ ഭരണം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാം. പക്ഷേ ആ ഭരണം എന്നത് ഒരു ഉപദേശകന്റെ റോളാണ്. വിലായത്തെ ഫക്കീഹിന്റെ റോള് അത് ആയത്തുള്ള ഖുമൈനി ആയാലും അലി ഖാംനയി ആയാലും അതൊരു ഉപദേശകന്റെ റോളാണ്. അതേസമയം ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, ഇതെല്ലാം തന്നെ പാർലമെന്റ്, ഇതെല്ലാം കൃത്യമായി അതത് മേഖലകളിലെ എല്ലാ അർത്ഥത്തിലുള്ള ജനാധിപത്യ സ്വഭാവത്തോടെ ഡെമോക്രാറ്റിക് ഫീച്ചേഴ്സ് ഉള്ള സംവിധാനങ്ങളാണ്. ഇപ്പൊ നിലവിൽ ഇറാനിലെ പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനമാണ് എല്ലാ കാര്യങ്ങളും നിർണയിക്കുന്നത്. ഇതിൽ അവസാനമായി ഖാംനയിയുടെ ഉപദേശം സ്വീകരിക്കുമെന്ന് മാത്രം. അതേസമയം ഖാംനയി എന്നത് ഇറാനികളുടെ, പ്രത്യേകിച്ചും വിപ്ലവത്തിന് ശേഷം 79 വിപ്ലവത്തിന് ശേഷം ഇറാനിലെ സാധാരണക്കാരുടെ ഇടയിലും ജനങ്ങൾക്കിടയിലും ഒരു സ്പിരിച്വൽ ഹെഡ് എന്നുള്ള നിലയ്ക്കുള്ള ആദരവും ബഹുമാനവും റെസ്പെക്റ്റും എല്ലാം അവരുടെ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. ആ ഒരു ലീഡറെ തകർക്കുന്നതോടുകൂടി എൻറ്റയർ ഇറാനിയൻ ജനതയെ ഷോക്ക് ചെയ്യുക, അവരെ ഒന്ന് മാനസികമായി തകർക്കുക, അവരുടെ മൊറയിൽ തകർക്കുക, അത് മാത്രമേ അലി ഖാംനയിയെ ഇല്ലായ്മ ചെയ്യുന്നത് കൊണ്ട് അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ സാധിക്കുകയുള്ളൂ. അതേസമയം അവിടെയുള്ള റെജീം അഥവാ ഈ മാറി മാറി വരുന്ന ഭരണ സംവിധാനത്തിന്, അത് പാർലമെന്റ് ആയാലും അതിന് താഴോട്ടുള്ള ലോക്കൽ ബോഡീസിന്റെ സംവിധാനങ്ങളിലായാലും പൂർണ്ണമായും ജനാധിപത്യ മാതൃകയിലുള്ള ഇലക്ഷനിലാണ്. സ്ഥാനാർത്ഥിയെ നിർണയിക്കുമ്പോഴാണ് അലി ഖാംനയുടെ കീഴിലുള്ള അഥവാ ഈ സുപ്രീം ലീഡറുടെ കീഴിലുള്ള ഗാർഡിയൻ കൗൺസിൽ ഇടപെടുന്നത്. സ്ഥാനാർത്ഥിയെ ചിലപ്പോൾ അവർക്ക് ഡിസ്ക്വാളിഫൈ ചെയ്യാൻ കഴിയും. ആ ഭരണകൂടത്തിന്റെ പ്രതിനിധികളായി വരുന്ന ആളുകളുടെ കൂട്ടത്തില് മോഡറേറ്റും ഉണ്ട്, കുറച്ച് എക്സ്ട്രീം നിലപാടുകളും ഉണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന റഫ്സൻജാനി വളരെ മോഡറേറ്റ് ആയിട്ടുള്ള ഒരു പ്രസിഡന്റ് ആയിരുന്നു. ഖാത്തമി, അദ്ദേഹമാണ് സിവിലൈസേഷൻസ് തമ്മിലുള്ള സൗഹൃദത്തെ സംബന്ധിച്ച് തിസിസ് അവതരിപ്പിച്ചത്. അപ്പോ അതേസമയം നജാദി വളരെ എക്സ്ട്രീം നിലപാടുള്ള ആളാണ്. അങ്ങനെ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നവർക്കിടയിൽ മോഡറേറ്റുകളും എക്സ്ട്രീം നിലപാടുകളും ഉള്ളവരുണ്ട് എന്നുള്ളത് കഴിഞ്ഞാൽ ഈ ഖാംനയി ദൈനംദിന കാര്യങ്ങളിലോ ഭരണനിർവഹണ കാര്യങ്ങളിലോ ഇടപെടുന്ന ഒരാളല്ല. ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മുടെ ചർച്ചാ വിഷയമായ ആണവായുധം വികസിപ്പിക്കുന്നതിന് പോലും സുപ്രീം ലീഡറുടെ, അതായത് സിവിൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം, ആണവായുധം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ സാങ്ഷൻസ് ഇതുവരെ കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതാണ് ഇറാന്റെ ഇപ്പോഴത്തെ സാഹചര്യം. പക്ഷേ അമേരിക്കയുടെ ലക്ഷ്യം അതല്ലല്ലോ. അമേരിക്കയുടെ ലക്ഷ്യം റെജീം ചേഞ്ച് അല്ല, റെജീം കൊലാപ്സ് ആണ്.
അത് അത് നേരത്തെ നമ്മുടെ പശ്ചിമേഷ്യയിലെ ഒന്ന് രണ്ട് സംഭവങ്ങൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒന്ന്, ഇസ്രയേലിന് ഏറ്റവും അധികം ഭീഷണിയാണ് എന്ന് കരുതിയത്, നേരത്തെ ആറ്റോമിക് വെപ്പൺസ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചതും സദ്ദാം ഹുസൈന്റെ ഇറാഖാണ്. സദ്ദാം ഹുസൈന്റെ ഇറാഖ് അവിടുത്തെ സംവിധാനം എന്ന് പറഞ്ഞാല് സമ്പൂർണമായും പ്രസിഡന്റിന്റെ നിയന്ത്രണത്തിലാണ്. അദ്ദേഹം മിലിറ്ററി ചീഫായിരുന്നു, മിലിറ്ററി ജനറൽ ആയിരുന്നു. അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യുന്നതോടുകൂടി അവിടുത്തെ സിസ്റ്റം ഒരു റെജീം ചേഞ്ച് ഉണ്ടാക്കാൻ സാധിക്കും. ഇറാനില് ആയത്തുള്ള ഖുമൈനിയെ ഇല്ലായ്മ ചെയ്യുന്നത് കൊണ്ട് അവരുദ്ദേശിക്കുന്നത് ഒരു റെജീം ചേഞ്ച് അല്ല. ഇപ്പോഴത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഒരു റെജീം കൊലാപ്സ് ആണ്, ഒരു കാവോട്ടിക് സിറ്റുവേഷൻ. ഇറാൻ പൂർണ്ണമായും, അത് ഇറാഖിൽ അവർ സാധിച്ചു. ഇറാഖിനെ അവിടുത്തെ ആണവ പരീക്ഷണം നേരത്തെ തന്നെ ബോംബിട്ട് നശിപ്പിച്ച് അവിടെ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ, ആറ്റോമിക് ആൻഡ് ബയോളജിക്കൽ വെപ്പൺസ് ഉണ്ട് എന്ന വ്യാജേനെ ആക്രമിച്ച് 7 ലക്ഷത്തോളം ആളുകളെ കൊന്നു. 5000 വർഷങ്ങളുടെ പാരമ്പര്യമുള്ള മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷന്റെ പാരമ്പര്യമുള്ള ജനതയെ, പശ്ചിമേഷ്യയിൽ ഏറ്റവും അധികം നല്ല സംഗീതമുണ്ടായിരുന്ന, ഏറ്റവും അധികം നല്ല കലാകാരന്മാരുണ്ടായിരുന്ന, ഏറ്റവും നല്ല നാഗരികതയുടെ തിളങ്ങുന്ന അടയാളങ്ങളെ സമ്പൂർണമായും നശിപ്പിച്ചുകൊണ്ട് ആ രാജ്യത്തെ ആ മേഖലയിൽ നിന്ന് ഇല്ലായ്മ ചെയ്തു. പക്ഷേ സിറിയയിലും അവിടുത്തെ പ്രസിഡന്റിനെ മാറ്റുന്നതോടുകൂടി അവർക്കൊരു റെജീം ചേഞ്ച് സാധ്യമാണ്. ലിബിയയിലും സാധ്യമാണ്. അത് ഇറാനിൽ സാധ്യമല്ല. ഇറാന്റെ സംവിധാനം മറ്റൊന്നാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അമേരിക്കയുടെ ഈ ഒരു താല്പര്യം അവിടെ നടക്കുമെന്ന് തോന്നുന്നില്ല. അതേസമയം ഇറാഖിൽ അവർ സാധിച്ചു, ലിബിയയിൽ അവർക്ക് സാധിച്ചു, മറ്റു മേഖലകളിലെല്ലാം അവർക്ക് സാധിച്ചു. അതുകൊണ്ട് അതുപോലെ തന്നെ 5000-ഓളം വർഷങ്ങളുടെ പാരമ്പര്യമുള്ള, സാംസ്കാരികമായി ഏറ്റവും അധികം ഔന്നത്യമുള്ള, ബൗദ്ധികമായി ഏറ്റവും നല്ല ട്രഡീഷനുള്ള ഒരു ജനതയാണ് പേർഷ്യൻ ജനത. ആ പേർഷ്യൻ ജനതയുടെ, പേർഷ്യൻ സംസ്കാരത്തിന്റെ, പേർഷ്യൻ സിവിലൈസേഷന്റെ ഏതാണ്ട് 1000 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള ആ ജനതയെയും ആ സംസ്കാരത്തെയും ആ ശക്തിയെയും, സംസ്കാരം എന്നതൊരു ജനതയുടെ വലിയൊരു ആത്മീയ ശക്തിയാണ്, അതിനെ സമ്പൂർണമായി തകർക്കുന്നതോടുകൂടി അമേരിക്കയുടെ താല്പര്യം, ഇസ്രായേലിന്റെ സുരക്ഷിതത്വം എല്ലാം ഏതാണ്ട് പൂർണ്ണമായും ഉറപ്പിക്കാൻ കഴിയും എന്ന ഒരു വിശ്വാസത്തിലാണ് ഇപ്പോഴുള്ള ഈ നീക്കങ്ങളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, ശ്രീ PM നാരായണൻ, വിദേശ മണ്ണിൽ ഒരു യുദ്ധം എന്നത് അമേരിക്കൻ ജനതയോ അമേരിക്കൻ സെനറ്റും കോൺഗ്രസുമോ ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുന്നുണ്ടാകുമോ? ഇസ്രയേലിനെ പിന്തുണയ്ക്കാനും ഇസ്രയേലിനെ സഹായിക്കാനും ഇസ്രയേലിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാനും ഇസ്രയേലിൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിനും സൈന്യത്തെ വിട്ട് ഒരു കളിക്ക് അമേരിക്ക ഇപ്പോൾ തയ്യാറാകുമോ? അതിന് വലിയ വില കൊടുക്കേണ്ടി വരില്ലേ ഡൊണാൾഡ് ട്രംപിന്? അത് സാധ്യമാകും, അല്ലെങ്കിൽ അതിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന് ശ്രീ PM നാരായണൻ താങ്കൾ നിരീക്ഷിക്കുമോ? വലിയ പ്രസക്തമായൊരു ചോദ്യമാണിത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്ക നേരിട്ട് ഇടപെടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും കയ്യിൽ ഓരോ യുദ്ധങ്ങൾ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ആ യുദ്ധം ആക്കിയതിന് ശേഷം വേറെ യുദ്ധങ്ങളിലേക്ക് അവർ കടക്കാനുള്ള സാധ്യതയുള്ളൂ. ഞാൻ ഉദ്ദേശിക്കുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഞാനിതിനെ കാണുന്നത് വേറൊരു ആംഗിളിൽ നിന്നാണ്. ഈ വെസ്റ്റ് ഏഷ്യയിലും ഗൾഫ് മേഖലയിലും അമേരിക്ക നടത്തുന്ന വലിയ ഒരു ഇടപെടൽ ഒരു റിഫ്ലക്ഷനാണ് നമ്മൾ കാണുന്നത്. ആ ഇടപെടൽ എന്തിനാണെന്ന് വെച്ചാൽ വലിയ രീതിയിലുള്ള ഒരു ക്രമമാറ്റം അവിടെ സംഭവിക്കുന്നുണ്ട്. അത് അമേരിക്കയുടെ താല്പര്യത്തിനനുസരിച്ച് ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഒരു ചടങ്ങാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇത് കേവലം ഒരു ഇസ്രായേൽ ഇറാൻ യുദ്ധമായി ഞാൻ കാണുന്നില്ല. വെസ്റ്റ് ഏഷ്യയിലെ വലിയ രീതിയിലുള്ള ജിയോ പൊളിറ്റിക്കൽ ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. അതിനൊരു കാരണമായിട്ട് ഞാൻ ഒരു ഉദാഹരണം പറയാം. കാരണം ഇത് നടന്നതിൻ്റെ ജൂൺ മാസം 13 എക്സാക്ട്ലി ഒരു മാസം മുമ്പാണ് ട്രംപ് സൗദി അറേബ്യയിലും ആ മേഖലയിലെ സന്ദർശിക്കുന്നത്. അദ്ദേഹം സന്ദർശിക്കുക മാത്രമല്ല, ആ മേഖലയിലെ രാജ്യങ്ങളുമായി ഒട്ടനവധി ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുകയും ഈവൻ ഡിഫൻസ് എഗ്രിമെൻറ്റ് $142 ബില്യൺ ഡിഫൻസ് എഗ്രിമെൻ്റാണ് സൗദി അറേബ്യയുമായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഒപ്പുവെച്ചത്. അതുമാത്രമല്ല, സൗദി അറേബ്യയും മറ്റ് രാജ്യങ്ങളും ഏകദേശം 600 ബില്യൺ, ഏകദേശം 1 ട്രില്യൺ വരെ അപ്സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കരാറുകളാണ് ആ മേഖലയിൽ അമേരിക്ക ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. അതിന് എക്സാക്ട്ലി ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഈ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നത്. ഞാനിത് രണ്ടും പറയാനുള്ള കാരണം ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് തരാൻ വേണ്ടിയിട്ടാണ്. അമേരിക്കയോട്
വിരൽ ചൂണ്ടി സംസാരിക്കുന്ന ഏക രാജ്യം എന്നത് ഇറാനാണ്. ഇതൊരു വസ്തുതയാണ്. അതുകൊണ്ട് അമേരിക്കയുടെ തലവേദന ഇറാനാണ്. ആ ഇറാനെ തൽക്കാലത്തേക്ക് അടിച്ചമർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ഇസ്രായേലിലൂടെ അമേരിക്ക ചെയ്യുന്ന യുദ്ധമാണിത്. യാതൊരു സംശയവുമില്ല. അമേരിക്കയിൽ, വെസ്റ്റ് ഏഷ്യയിലും അതേപോലെ ഗൾഫ് മേഖലയിലും ഉള്ള സ്വാധീനത്തെ നമ്മൾക്ക് ഒരു തരത്തിലും കുറച്ചു കാണാൻ പറ്റില്ല. വെസ്റ്റ് ഏഷ്യയിലെ എല്ലാ രാജ്യങ്ങളിലേക്കും അമേരിക്കയ്ക്ക് അവരുടെ മിലിറ്ററി കേന്ദ്രങ്ങളുണ്ട്. കഴിഞ്ഞ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം അമേരിക്ക ഈ മേഖലയിലെ എല്ലാ തരത്തിലും ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. കാരണം അവിടുത്തെ മൊണാർക്കുകളെയും അവിടുത്തെ രാജാക്കന്മാരെയും സംതൃപ്തരാക്കിക്കൊണ്ട് അമേരിക്ക ആ കാലത്തെല്ലാം ഈ മേഖലയെ ഉപയോഗിച്ചു. അതിനൊരു കാരണമുണ്ടായിരുന്നു. ആ കാരണം എന്താണെന്ന് വെച്ചാൽ അമേരിക്കയ്ക്ക് ഓയിൽ ആവശ്യമുണ്ടായിരുന്നു, എനർജിക്ക്. അതാണ് ഒരു പ്രധാന കാരണം. പക്ഷേ ഇപ്പോഴത്തെ ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അമേരിക്കയ്ക്ക് ഈ മേഖലയിൽ നിന്നുള്ള ഓയിലിൻ്റെ ആവശ്യമില്ല. കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായി അമേരിക്ക സ്വയം വളർന്നിട്ടുണ്ട്. അമേരിക്ക മാത്രമല്ല, ഒട്ടനവധി രാജ്യങ്ങൾ, ബ്രസീലിനെ പോലുള്ള ഒട്ടനവധി രാജ്യങ്ങൾ ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇപ്പം. അതുകൊണ്ട് തന്നെ ഈ മേഖലയുടെ ഒരു ഓയിൽ വെച്ചുള്ള ബാർഗെയിനിങ് പവർ സബ്സ്റ്റാൻഷ്യലി കുറഞ്ഞിട്ടുണ്ട്. ഇത് ആര് തിരിച്ചറിഞ്ഞിട്ടുണ്ട്? ഈ ഗൾഫ് മേഖലയിലുള്ള സൗദി അറേബ്യയും ഖത്തറും UAEയും ബഹ്റൈനും എല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ എബ്രഹാമിക് അക്കോർഡ് എന്നുള്ളൊരു സാധനത്തെ സൈൻ ചെയ്യാൻ എന്നുള്ളൊരു മുന്നോട്ട് വന്നത്. ഞാൻ ഈ പ്രേക്ഷകർക്ക് വേണ്ടി എന്താണ് ഈ എബ്രഹാമിക് അക്കോർഡ് എന്താണെന്നൂടെ പറയാം. എബ്രഹാമിക് അക്കോർഡ് എന്നുള്ളത് വളരെ വളരെ ലളിതമാണ്. ഈ ജൂയിഷ് മതത്തിൻ്റെയും അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെയും ഒരു പൂർവികരെന്നത് എബ്രഹാമിൽ നിന്നാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് അമേരിക്ക ചോദിക്കുന്നതാണ്, നിങ്ങളുടെ രണ്ടുപേരുടെയും പൂർവികർ എന്നത് എബ്രഹാമാണ്, അതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ മുന്നിലാണ് ഇവർ യോജിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നത്. ഈ അക്കോർഡിനെ ആര് സൈൻ ചെയ്തു? UAE സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ബഹ്റൈൻ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, മറ്റുള്ള രാജ്യങ്ങൾ സൈൻ ചെയ്തതാണ് അത്. പക്ഷേ ഈ അഗ്രിമെൻ്റ് സൈൻ ചെയ്യാൻ സൗദി അറേബ്യ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. കാരണം ഇത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പലസ്തീൻ കോസ്, പലസ്തീൻ എന്നുള്ള ഒരു കാര്യം ഇല്ലാതാവുമോ എന്നുള്ളൊരു ഭയത്തിൻ്റെ ഫലത്തിലാണ് ഇത് ചെയ്യുന്നത്. ഞാനിവിടെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെയെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇത് നടത്തിയത് ഈ ഒക്ടോബർ 7 ഇത് ആക്രമണം നടത്തിയിരിക്കുന്നത് ഹമാസാണ്, ഇറാൻ്റെ പ്രോക്സിയാണ്. ഹമാസ്, ഹൂതി, അതേപോലെ ഹിസ്ബുള്ള, ഇതെല്ലാം ഇറാൻ്റെ പ്രോക്സികളാണ്. ഞാനൊരു കാര്യം കൂടെ ചേർത്ത് പറയാം അതിനകത്ത്. ഇപ്പം ഇറാൻ്റെ കാര്യത്തിൽ 1979 വരെ ഇസ്രായേലുമായി ഏറ്റവും കൂടുതൽ സഹകരിച്ച് പ്രവർത്തിച്ച ഒരു അറബ് രാജ്യമാണ് ഇറാൻ. അതിനുശേഷമാണ് ഈ റെവല്യൂഷൻ വന്ന് ആയിട്ടുള്ള ഖുമൈനിയുടെ ശേഷം റെവല്യൂഷൻ വരികയും ഇസ്രായേൽ ഇറാൻ ബന്ധം തീർത്തും വഷളാവുകയും ചെയ്തു. അതിനുള്ള പ്രധാന കാരണം ഈ മതത്തിൻ്റെ ജൂതത്തിൻ്റെ എന്താ പറയുക വിഷം വിതറി, അല്ലെങ്കിൽ ഇതിനെ ഒരു ഹറാമാക്കി മാറ്റി. ഏതിനെ? ഇസ്രായേലിനെ. നാരായൺ സാർ, ഞാൻ ഒരു നിമിഷം ഒന്ന് ഇടപെട്ടോട്ടെ. എനിക്കറിയാം താങ്കൾക്ക് ഈ ഭാഗം കുറച്ച് കൂടുതൽ വിശദീകരിക്കാനുണ്ട്. ഞാനൊന്ന് ഇടപെടുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ശ്രീ വേണു രാജമണി സാർ എന്നോട് 8 മണി അദ്ദേഹത്തിന് മറ്റെന്തോ ഒരു വളരെ അർജന്റായിട്ടുള്ള ഒരു എൻഗേജ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ഒരു കാര്യം ഒന്ന് ചോദിച്ചിട്ട് നാരായൺ സാർ ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ വേണു രാജമണി, ഇവിടെ യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിൽ ഇപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ഹമാസിനെ ഈ ഒരു മണിക്കൂറുകൾ കൊണ്ട് ഹമാസിനെ ഇല്ലാതാക്കും, തുടച്ചു നീക്കും എന്ന് പറഞ്ഞ് ഇസ്രയേൽ തുടങ്ങി വെച്ച ഒരു യുദ്ധമുണ്ട്. അതിപ്പോഴും പൂർത്തിയായിട്ടില്ല. 3-4 ദിവസം കൊണ്ട് യുക്രൈനെ ശരിയാക്കി കളയാം എന്ന് പറഞ്ഞ് റഷ്യ തുടങ്ങി വെച്ചൊരു യുദ്ധമുണ്ട്. അത് 2-3 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും തുടരുകയാണ്. ഇവിടെ ഇറാനും ഇസ്രായേലും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അവിടെ അമേരിക്ക ഇതുപോലെ തന്നെ നിൽക്കുകയാണെങ്കിൽ, ഇപ്പോൾ റഷ്യ ഒരു മധ്യസ്ഥ ശ്രമത്തിനുള്ള തയ്യാറാണെന്ന് അറിയിച്ചു, തുർക്കി തയ്യാറാണ്. പക്ഷേ ഇവരൊക്കെ ഇറാൻ പക്ഷപാതികളാണ് എന്നതുകൊണ്ട് തന്നെ അതൊന്നും ഇനി സംഭവിക്കാനും പോകുന്നില്ല. അപ്പോൾ ഇനി ഇതിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുന്നത് അമേരിക്ക മാത്രമാണ് എന്ന നില വന്നിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അമേരിക്കയ്ക്ക് സമാധാനത്തിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുവരാൻ യഥാർത്ഥത്തിൽ അവർ താല്പര്യപ്പെടുന്നുണ്ടോ? അതല്ല ഇത് കുളം കലക്കി മീൻ പിടിക്കുന്ന ഒരു സംഭവമാക്കി അമേരിക്ക മാറ്റുമോ? ലോകം മുഴുവൻ കാഴ്ചക്കാരായി നിൽക്കേണ്ടി വരുമോ? ഐക്യരാഷ്ട്രസഭയ്ക്ക് ഒരു പങ്കുമില്ല, ഒന്നും ചെയ്യാനില്ല എന്ന നിലയിൽ കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ടി വരുമോ? ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന്റെ നാശം കാണുന്നത് വരെ അതാണോ സംഭവിക്കാൻ പോകുന്നത്?
രാജാമണി സാർ മ്യൂട്ടിലാണ് കിടക്കുന്നത്, സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ. ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഫാക്ടർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തന്നെയാണ്, അമേരിക്ക തന്നെയാണ്. അമേരിക്ക നേരിട്ട് പങ്കു ചേർന്നിട്ടില്ല, എന്നാൽ പങ്കു ചേരാതെ ഇസ്രായേലിന് എല്ലാവിധ പിന്തുണയും നൽകുന്നുണ്ട്. ഈ യുദ്ധം എത്രത്തോളം നീണ്ടുപോകും, എവിടെ അവസാനിക്കും എന്നുള്ളത് തീരുമാനിക്കാൻ പോകുന്നത് അമേരിക്ക തന്നെയാണ്. ഇറാൻ വളരെ ദുർബലമാണ്. തിരിച്ചടിക്കും, ഞങ്ങൾ പകരം വീട്ടും എന്നെല്ലാം ഭീഷണി മുഴക്കുന്നുണ്ടെങ്കിലും ഇസ്രയേൽ എത്രത്തോളം ഇറാനെ വീക്കൻ ചെയ്യാൻ സാധിച്ചു, ഇറാനോടൊപ്പം സഹകരിച്ച് പ്രവർത്തിച്ച് ഹെസ്ബുള്ളയെയും ഹമാസിനെയും വീക്കൻ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതെല്ലാം ഈ കഴിഞ്ഞ 1-2 വർഷത്തിനുള്ളിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇന്ന് ഇതിൽ മേൽക്കൈ ഇസ്രയേലിന്റെ കയ്യിലാണ്. അമേരിക്ക ഇസ്രയേലിന് എല്ലാ പിന്തുണ നൽകുന്നിടത്തോളം കാലം ആ മേൽക്കൈ നിലനിൽക്കുകയും ഇസ്രയേലിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിന്റെ സെക്യൂരിറ്റി ആർക്കിടെക്ചർ ഇസ്രയേലിന് അനുകൂലമായി മാറ്റി രചിക്കുക എന്നുള്ളതാണ്. അത് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമാണ് ഈ യുദ്ധം, ഇറാനിനെതിരെയുള്ള യുദ്ധം. എന്നാൽ ചരിത്രത്തിന്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇറാൻ ജനതയെ അടിച്ചമർത്താൻ സാധിക്കില്ല. ഇറാനിൽ ഒരു റെജീം ചേഞ്ച് എളുപ്പത്തിൽ സാധ്യമാകില്ല. ഇറാനെ എത്ര ഈ ഒരു യുദ്ധത്തിലൂടെ വീക്കൻ ചെയ്താലും അവർ വീണ്ടും ഉയരും. അവര് ഏതെല്ലാം വിധത്തിൽ സാധിക്കുമോ അവര് പകരം വീട്ടാൻ സാധിക്കും. വളരെയധികം അൺജസ്റ്റ് ആയിട്ടുള്ള ഒരു യുദ്ധത്തിലൂടെ ഒരു രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ചാൽ അവരുടെ മറുപടി എസിമെട്രിക്കൽ വാർഫെയർ ആയിരിക്കും, ടെററിസം ആയിരിക്കും, കൂടുതൽ കെയോസ് ആയിരിക്കും. അവർക്ക് എവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമോ അതെല്ലാവരും ചെയ്യാൻ ശ്രമിക്കും. ലോകം കൂടുതൽ ഇൻസ്റ്റബിലിറ്റിയിലേക്ക് നീങ്ങുകയാണ്. അതാണ് സങ്കടകരമായ അവസ്ഥ. വേണു രാജമണി സാർ, എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇറാൻ ഇറാഖ് യുദ്ധത്തിലും ഇറാഖിനൊപ്പമായിരുന്നു മുഴുവൻ സംവിധാനങ്ങളും, മുഴുവൻ രാഷ്ട്രങ്ങളുടെയും പിന്തുണ ഇറാഖിനായിരുന്നു. അവിടെയും താങ്കൾ പറഞ്ഞ പോലെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇറാനെ കീഴ്പ്പെടുത്തുക എന്നത് എളുപ്പമല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഇപ്പോൾ ഈ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഇപ്പോൾ ഹൂതികളാണെങ്കിലും ഹമാസ് ആണെങ്കിലും അതല്ലെങ്കിൽ ഹിസ്ബുള്ളി ആണെങ്കിലും അവരെയൊക്കെ പരാജയപ്പെടുത്തി എന്നൊരു ആത്മവിശ്വാസം കൊണ്ടുകൂടി ആയിരിക്കുമല്ലോ ഇറാനെതിരെ ഇപ്പോൾ ഈ ആക്രമണം ഇസ്രായേൽ ഇത്ര ശക്തമായി കൊണ്ടുപോകുന്നത്. അവരൊക്കെ ഇങ്ങനെ ഒരു നിർവീര്യാവസ്ഥയിൽ തന്നെ തുടരാനാണോ സാധ്യത, അതോ അവരിൽ നിന്നൊക്കെ ഇനി ഒരു പ്രത്യാക്രമണം ഇസ്രായേൽ പ്രതീക്ഷിക്കേണ്ടി വരുമോ? തീർച്ചയായും പ്രത്യാക്രമണം ഉണ്ടാകും, പക്ഷെ അത് ഉടനെ ഉണ്ടാകണമെന്നില്ല. അവർക്ക് റിക്രൂട്ട് ചെയ്യാനും അവരുടെ ശക്തി വീണ്ടെടുക്കുവാനും സമയം വേണ്ടിവരും. ഇന്നും ഹിസ്ബുള്ള ഒരു ശക്തിയാണ്. ഇന്നും ഹമാസിനെ ഇത്രയും ഭീകരമായ ഒരു യുദ്ധം ഗാസയിൽ അഴിച്ചുവിട്ടിട്ടും ഹമാസിനെ ഇല്ലാതാക്കാൻ സാധിച്ചിട്ടില്ല ഇസ്രായേലിന്. അതുകൊണ്ട് ഇതൊരു താൽക്കാലികമായ വിജയം മാത്രമായിരിക്കും ഇസ്രയേലിനും അമേരിക്കയും. നീണ്ട കാലത്തിൽ ലോകം കൂടുതൽ അനിശ്ചിതാവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. ആ അനിശ്ചിതാവസ്ഥ ലോകത്തെ എല്ലാ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ വന്ന് ബാധിക്കും. അതിലേക്കാണ് ഈ യുദ്ധം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ വേണു രാജമണി സർ, അതിഥിയായി താങ്കൾ എത്തിയതിന്. താങ്കൾക്ക് തിരക്കുണ്ടെന്ന് എനിക്കറിയാം. ശ്രീ നാരായൺ സർ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. എൻകൗണ്ടർ തുടരുന്നു. ശക്തമായ പ്രത്യാക്രമണമാണ് ഇസ്രയേലും ഇറാനും തമ്മിൽ ഇപ്പോഴും സംഭവിക്കുന്നത്. അതിൽ ഏറ്റവും അധികം ആക്രമണ ഭീഷണി നേരിടുന്ന ഒരു നഗരമാണ് തുറമുഖ നഗരമായ ഇസ്രായേലിലെ ഹൈഫ സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥിയായ സൂരജ് രാജൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഹൈഫയിൽ നിന്ന്. സൂരജ്, എന്താണ് സൂരജ് ഇപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം? നിങ്ങൾക്ക് ഈ അലാംസും അലേർട്ടുകളും ഒക്കെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കേൾക്കാം. അലേർട്ട്സ് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഇന്നലെ രാത്രി ഒരു അലേർട്ട് വന്നതിന് ശേഷം ഇതുവരെ വേറെ അലേർട്ട്സ് ഒന്നും ഉണ്ടായിട്ടില്ല. അലേർട്ട്സ് പറഞ്ഞ പോലെ മൊബൈലിൽ വരാറുണ്ട്. ഹോം ഫ്രണ്ട് കമാൻഡിന്റെ ആപ്പും ഉണ്ട്. ഇതിനകത്ത് കൃത്യമായിട്ട് അലേർട്ട്സ് വരാറുണ്ട്. പിന്നെ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ അലേർട്ട്സ് എത്ര മിസൈൽ വരുന്നുണ്ടെങ്കിൽ കയറണം, അത് എപ്പോൾ ഇറങ്ങണം എന്നത് കൃത്യമായിട്ട് തരാറുണ്ട്. അപ്പോൾ ഈ അലേർട്ട് രാത്രി ലേറ്റ് നൈറ്റ്സിലാണോ വരുന്നത് കൂടുതലും? കൂടുതലും ലേറ്റ് നൈറ്റ്സും ഏർലി മോർണിംഗും. ഇന്നലെ ഒരു അലാറം ഉണ്ടായിരുന്നത് രാത്രി 1 മണി സമയത്തായിരുന്നു. പിന്നെ 3 മണി 4 മണി ആ ടൈമിലാണ് പൊതുവെ മിസൈൽ അലേർട്ടുകൾ വരാറുള്ളത്. കാരണം മിസൈൽ ലോഞ്ച് ചെയ്യുന്നതനുസരിച്ചായിരിക്കും നമുക്കിവിടെ അലേർട്ടുകൾ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ നിങ്ങൾ ഉടനടി എന്താണ് ചെയ്യുക? ഈ അലേർട്ട് കിട്ടി ഉടനെ എന്താണ് ചെയ്യുക?
സോ ഇത്രയും ദിവസം വരെ, ഇന്നലെ വരെ വേറൊരു രീതിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യമേ ഒരു 25 മിനിറ്റ്സ് മുമ്പ് അവിടുന്ന് ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു അലേർട്ട് കിട്ടുമായിരുന്നു. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ബോംബ് ഷെൽട്ടറിന് അടുത്ത് നമ്മൾ റെഡി ആയിട്ട് ഇരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അത് നമ്മുടെ ട്രജക്ടറിയിലോട്ടാണ് വരുന്നതെങ്കിൽ, ഇപ്പൊ ഹൈഫയിലോട്ടാണ് വരുന്നതെങ്കിൽ ഏകദേശം ഒരു 1.5 മിനിറ്റ്, ഒരു 5 മിനിറ്റ് മുമ്പ് ആദ്യം ഒരു മെസ്സേജ് വരും, നിങ്ങൾ പ്രൊട്ടക്റ്റഡ് സ്പേസിനകത്തോട്ട് കയറാൻ പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മൾ പ്രൊട്ടക്റ്റഡ് സ്പേസിനകത്ത് കയറി കഴിയുമ്പോൾ പിന്നെ ഒരു 1.5 മിനിറ്റ് നമുക്കൊരു സൈറൻ കേൾക്കാൻ പറ്റും. ഇതിനർത്ഥം ഈ ട്രജക്ടറിയിലായിരിക്കും ഇത് വരുന്നതെന്നാണ്. ഇന്നലെ തൊട്ട് ഇതിനൊരു ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇപ്പൊ 10 മിനിറ്റ് മുമ്പ് നിങ്ങൾക്ക് അലേർട്ട് കിട്ടും, അപ്പൊ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് സ്പേസിനടുത്തായിരിക്കണം. പിന്നെ ഒരു 3 മിനിറ്റ് 1.5 മുതൽ 60 സെക്കൻഡ് മുതൽ 1.5 മിനിറ്റ് വരെ കിട്ടത്തുള്ളൂ നിങ്ങൾ അകത്ത് കയറാൻ. കാരണം ഇപ്പം നമ്പർ ഓഫ് മിസൈൽസ് വരുന്നത് കുറഞ്ഞത് കൊണ്ട് ഈ പ്രോട്ടോകോളിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. സോ അത് ഇന്നലെ തൊട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത്. സൂരജ്, എന്ന് പറഞ്ഞാൽ ഈ പ്രൊട്ടക്റ്റഡ് സ്പേസ് എന്ന് പറഞ്ഞത് ബങ്കേഴ്സ് ആണോ? ബങ്കറുകൾ ഇപ്പം അത് നിങ്ങൾ ആയിരിക്കുന്നിടത്ത് പോലെ ഇരിക്കും. ഇപ്പൊ എനിക്ക് എന്റെ അപ്പാർട്ട്മെന്റിനകത്ത് മമാദ് എന്ന് പറയും, എന്ന് പറഞ്ഞാൽ ബോംബ് ഷെൽട്ടർ എന്നർത്ഥം, അതുണ്ട്. ഇപ്പൊ നിങ്ങൾ പുറത്തുകൂടെ പോകുന്നതെങ്കിൽ ഏതെങ്കിലും പാർക്കിംഗ് സ്പേസ്, അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് സ്പേസ് നിങ്ങൾക്ക് ഒരു ബോംബ് ഷെൽട്ടറായിട്ട് ഉപയോഗിക്കാം. പിന്നെ പബ്ലിക് ആയിട്ടുള്ള ഷെൽട്ടറുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു സൂപ്പർ മാർക്കറ്റിന്റെ ഫ്രണ്ടിൽ ഇതുപോലൊരു ഒരു കോൺക്രീറ്റഡ് ആയിട്ടുള്ള ഒരു ഇതുപോലെ കാണും, ഒരു സ്ട്രക്ചർ പോലെ കാണും. അതിനകത്ത് കയറി നിങ്ങൾക്ക് ഇത് ലോക്ക് ചെയ്യാം. ഇത് പല തരത്തിലുണ്ട്, ഓരോ സ്ഥലത്ത് ഡിപ്പെൻസ് ഓൺ ഏത് സ്ഥലത്തനുസരിച്ചാണ് എന്നത് മാറി. ഈ ഷെൽട്ടേഴ്സ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും എല്ലാം അണ്ടർഗ്രൗണ്ട് അല്ല. എല്ലാം അണ്ടർഗ്രൗണ്ട് അല്ല. അപ്പോൾ എന്താണ് ഈ ബോംബ് ഷെൽട്ടറിന്റെ ഒരു പ്രത്യേകത? അത് അതിന്റെ കൺസ്ട്രക്ഷൻ ആണോ? എന്താണ് അതിന്റെ പ്രത്യേകത? കൺസ്ട്രക്ഷൻ എന്റെ ഒരു പരിമിതമായ അറിവ് വെച്ചിട്ട് കൺസ്ട്രക്ഷൻ ആണ്. റീഇൻഫോഴ്സ് കോൺക്രീറ്റ് വെച്ചിട്ടായിരിക്കും ആ സ്പെഷ്യൽ റൂം ഉണ്ടാക്കുന്നത്. ഒപ്പം ഇതിനൊരു വിൻഡോ ഉണ്ടായിരിക്കും. വിൻഡോയ്ക്ക് ഒരു ഗ്ലാസ് വിൻഡോ ഉണ്ട്. അതിന് പുറമേ ആയിട്ട് ഒരു സ്റ്റീൽ ഡോർ, ഒരു അയൺ ഡോർ പോലത്തെ ഒരു സാധനം ഉണ്ടായിരിക്കും. പിന്നെ മെയിൻ ഡോറിന് നമ്മുടെ സാധാ കതക് ഉണ്ടായിരിക്കും. അതിനപ്പുറം വേറൊരു റീഇൻഫോഴ്സ് ആയിട്ടുള്ള ഒരു സ്റ്റീൽ ഡോർ ഉണ്ട്. അതുപോലെ തന്നെ ബാത്റൂം ഡോറിന് ഒരു സ്റ്റീൽ ഡോർ ഉണ്ട്. ഇത് മൂന്നും ഭയങ്കര തിക്കായിട്ടുള്ള സ്റ്റീൽ ഡോർ ഉണ്ട്, റീഇൻഫോഴ്സ് സ്റ്റീൽ കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഒരേ സമയത്ത് നമ്മൾ ക്ലോസ് ചെയ്ത് അകത്ത് വെയിറ്റ് ചെയ്യണം. ഇതാണ് അതിന്റെ പ്രോട്ടോകോൾ. ശരി. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ മൊബൈൽ ഫോൺസ് ഓഫ് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസസ് ഉപയോഗിക്കരുത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലില്ല, അങ്ങനൊന്നുമില്ല. കാരണം മൊബൈൽ ഫോണിലായിരിക്കും നമുക്ക് അലേർട്ടുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എൻട്രി ചെയ്യുമ്പോഴും അലേർട്ട് ഉണ്ട്, എന്ന് പറഞ്ഞാൽ വരുന്നുണ്ടെന്നൊരു അലേർട്ട് ഉണ്ട്, കയറണം എന്ന് അലേർട്ട് ഉണ്ട്, പിന്നെ എക്സിറ്റ് ചെയ്യുന്നതിന് ഒരു അലേർട്ട് വരും. എന്നിട്ട് മാത്രം എക്സിറ്റ് ചെയ്യാവുള്ളൂ എന്നാണ് പുതിയ റൂൾ അനുസരിച്ച് അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. സോ അതുകൊണ്ട് നമ്മൾ അത് കൃത്യമായിട്ട് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യണം. ഇന്റർനെറ്റിനൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് മൊബൈൽ ഫോൺ വർക്ക് ചെയ്യാതിരിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. സൂരജ്, ഇപ്പോൾ ഇതുവരെ ഉള്ള ദിവസങ്ങൾ നോക്കിയാൽ പരമാവധി എത്ര മണിക്കൂറുകൾ നിങ്ങൾക്ക് ഈ ഷെൽട്ടർ ഹോംസിൽ അല്ലെങ്കിൽ ഈ ഷെൽട്ടേഴ്സിനകത്ത് നിൽക്കേണ്ടി വരാറുണ്ട്? എത്ര മണിക്കൂറാണ്? തുടക്ക സമയത്ത് നമുക്കൊരു 25 to 30 മിനിറ്റ്സ് വരെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഇന്നലെയൊക്കെ ആയിട്ട് അതൊരു 10 മിനിറ്റ് ഒക്കെ ആയിട്ട് കുറഞ്ഞു. മാക്സിമം ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് ആദ്യമേ കൂടുതൽ നമ്പർ ഓഫ് മിസൈൽസ് വന്നുകൊണ്ടായിരിക്കാം കൂടുതൽ നേരം നിൽക്കേണ്ടി വരുന്നത്. ഇപ്പം നമ്പർ ഓഫ് മിസൈൽസ് കുറഞ്ഞത് കൊണ്ട് ആ വെയിറ്റിംഗ് ടൈം ഭയങ്കരമായിട്ട് കുറഞ്ഞു. അല്ലാതെ ഫുൾ ടൈം ഒരിക്കലും ഇരിക്കേണ്ട. നമുക്ക് അലേർട്ട് വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ബോംബ് ഷെൽട്ടറിലോട്ട് കയറിയാൽ മതി. പക്ഷെ ഒരു കാര്യം മാത്രം അവരെപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പം ഞങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് പുറത്ത് പോയാലോ ഇപ്പൊ പുറത്ത് നടക്കാൻ പോയാലോ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം എവിടെയാണ് ഏറ്റവും അടുത്തുള്ള പ്രൊട്ടക്റ്റഡ് സ്പേസ് എന്ന്. സോ ദാറ്റ് ഒരു മിസൈൽ അലേർട്ട് വന്നു കഴിഞ്ഞാൽ ഓടി കയറാൻ വേണ്ടി. അത് മാത്രം അവരെപ്പോഴും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അത് ഫോളോ ചെയ്യാറുമുണ്ട്. ശരി. ഈ ഇസ്രായേൽ മിലിറ്ററി സാന്നിധ്യം ഈ ജനവാസ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ നഗരങ്ങളിൽ കാണുന്ന സാഹചര്യമുണ്ടോ ഇപ്പോൾ ഈ പുതിയ ഈ യുദ്ധസമാനമായ സാഹചര്യത്തിൽ? ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ മിലിറ്ററി ബേസസുകളുണ്ട്. അവിടെ നമുക്ക് അങ്ങനെ പോകാനും പറ്റില്ല. അത് പ്രൊട്ടക്റ്റഡ് സ്പേസ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. കൂടുതലും പോലീസാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇസ്രായേലിനകത്തെ കാര്യങ്ങൾ പോലീസും പിന്നെ വേറെ ബോർഡർ പെട്രോളിംഗ് പോലീസുകളും ഉണ്ട്. ഇവരാണ് ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അല്ലാതെ മിലിറ്ററി ഇതുവരെ ഉള്ളതായിട്ട് എന്റെ അറിവിലില്ല. ഈ ടെല്ലവീവിലും അതുപോലെ തന്നെ ഇറാന്റെ മറ്റു മേഖലയിലും ഉണ്ടായ വലിയ നാശനഷ്ടങ്ങളുടെയൊക്കെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ടെഹ്റാനിലും ഇറാന്റെ മറ്റു മേഖലകളിലും ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങളുടെ. പക്ഷേ ഇന്നലെ ഒരു വീഡിയോ പുറത്തു വന്നത് ടെല്ലവീവിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങളിലൊക്കെ ഈ മിസൈൽ ആക്രമണത്തിൽ കെട്ടിടങ്ങൾ പൂർണ്ണമായി തകർന്നതും കത്തി നശിച്ചതുമായിട്ടുള്ള കുറേ വിഷ്വൽസൊക്കെ കഴിഞ്ഞ ദിവസം വന്നു. അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ഈ ഹൈഫ നഗരത്തിൽ ആ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ? മിസൈൽ പതിച്ചതിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇസ്രായേൽ പൊതുവായിട്ട് ഇതിന് ശേഷം ഉണ്ടായിട്ടുള്ള സംഭവങ്ങളുടെ വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ?
ടെലവീവിലേക്ക് വീഡിയോസ് ഇങ്ങനെ ചില ബിൽഡിങ്ങുകൾ ഇങ്ങനെ പാർഷ്യലി തകർന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോസ് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഒഫീഷ്യൽ സോഴ്സിൽ കൂടെ തന്നെ IDFന്റെ ട്വിറ്റർ പേജിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ഇസ്രായേലിന്റെ ട്വിറ്റർ പേജിലോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഹൈഫ സിറ്റിയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ക്രേറ്റർ രൂപപ്പെട്ടതായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വലുതായിട്ട് നാശനഷ്ടങ്ങൾ ഉള്ളതായിട്ടോ ഞാൻ പേഴ്സണലി ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ വെരിഫൈഡ് ചാനൽസിൽ കൂടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് അറിയാൻ പറ്റും. കാരണം ഒരുപാട് വീഡിയോസ് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടും ഇവിടെ ഇന്റർനെറ്റ് ഇതുവരെ ഓഫ് ആയിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഇന്റർനെറ്റ് സിറ്റുവേഷൻ ഡൗൺ ആവുന്ന സിറ്റുവേഷൻ ഒന്നും ഉണ്ടാകാത്തതുകൊണ്ട് ഏതാണ് ഒഫീഷ്യൽ അല്ലെങ്കിൽ ഏതാണ് സത്യം അല്ലെങ്കിൽ ഏത് വീഡിയോസ് ആണ് വെരിഫൈഡ് എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഒന്നെങ്കിൽ നമ്മൾ ഏതെങ്കിലും മീഡിയ ഔട്ട്ലെറ്റിൽ കൂടെ നോക്കിയിട്ടാണ് ഇത് സംഭവിച്ചിട്ടുണ്ടെന്ന്. ഞങ്ങളുടെ ഈ ഏരിയയിൽ അറ്റ്ലീസ്റ്റ് ഞാൻ അറിയുന്ന ഹൈഫ ഏരിയയിലായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലും മാസീവ് ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു മാസീവ് ഡിസ്ട്രക്ഷൻ എന്തെങ്കിലും സംഭവിച്ചതായിട്ട് എനിക്കറിയില്ല. പക്ഷെ ചെറിയ ചെറിയ ഇൻസിഡൻസ് ഇപ്പൊ ഇന്റർസെപ്റ്റർ ചെയ്ത് കഴിഞ്ഞ് എന്തെങ്കിലും സ്ട്രാപ്നൽ വീണിട്ട് ഗ്ലാസുകൾ പൊട്ടുന്നതോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അല്ലാതെ വലിയൊരു മാസീവ് ആയിട്ടുള്ള ഡിസ്ട്രക്ഷൻ ഉള്ളതായിട്ട് എന്റെ അറിവിലില്ല. സൂരജ്, ഒരു ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നല്ലോ, അതേ സാഹചര്യം തന്നെയാണോ ഇപ്പോഴും ഉള്ളത്? ആക്ച്വലി ആഭ്യന്തര അടിയന്തരാവസ്ഥ എന്നൊരു ചെറിയ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 6 മണി ഇസ്രായേൽ ടൈം തൊട്ട് എസെൻഷ്യൽ ഇത്ര നേരം എസെൻഷ്യൽ ആക്ടിവിറ്റീസ് ആയിരുന്നു അലൗഡ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഫെസിലിറ്റീസ് അങ്ങനെയൊക്കെ ആയിരുന്നു. അതിൽ നിന്ന് പാർഷ്യൽ ആക്ടിവിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട്. എല്ലാ ഏരിയയിലും അല്ല. ഇപ്പം ഗാസ ബോർഡറിലുള്ള ചില ഏരിയാസിലും ഗോലാൻ ചില ഏരിയാസിലും കുറച്ചുകൂടി പ്രശ്നബാധിതയുള്ള ഏരിയാസിൽ പഴയ ഇത് തന്നെയാണ്. പക്ഷേ ഇസ്രായേലിലെ വേറെ കുറെ ഏരിയാസിൽ ഈ എസെൻഷ്യൽ ആക്ടിവിറ്റിയിൽ നിന്നും പാർഷ്യൽ ആക്ടിവിറ്റി എന്ന് മാറിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ആൾക്കാർക്ക് പുറത്തിറങ്ങാനും ഇങ്ങനെ ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ സമ്മതിക്കുന്നുണ്ട്, പ്രൊവൈഡഡ് എല്ലാവരും ഷെൽട്ടർ എവിടെയാണെന്ന് മനസ്സിലാക്കുകയും ആ അലേർട്ടുകളെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയും ചെയ്തതനുസരിച്ച് കുറച്ചും കൂടെ ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട്. സ്കൂളുകളും യൂണിവേഴ്സിറ്റികളും എൻ്റെ അറിവിൽ തുറക്കുന്നില്ല, കാരണം ഓൺലൈനായിട്ട് നടക്കുന്നതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യും. എനിക്ക് തോന്നുന്നു ഇന്നാണ് ഇത് മാറ്റിയത്. ഇനി എത്രത്തോളം ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് ഇന്നത്തെ വേറെ എന്തെങ്കിലും അറ്റാക്കുകൾ ഉണ്ടാകുന്നതനുസരിച്ച് ഇവാലുവേറ്റ് ചെയ്തിട്ടായിരിക്കും അതിലിപ്പോൾ മാറ്റം ഉണ്ടാക്കുന്നത്. പക്ഷെ ഇപ്പോൾ എസെൻഷ്യൽ നിന്ന് പാർഷ്യൽ ആക്ടിവിറ്റിയിലോട്ട് മാറിയതായിട്ട് കമാൻഡ് ഹോം ഫ്രണ്ടിന്റെ കമാൻഡ് മെസ്സേജ് നമുക്ക് വന്നിരുന്നു. സൂരജ്, ഈ മലയാളി കമ്മ്യൂണിറ്റിയായിട്ട് നിങ്ങൾ എല്ലാവരും തമ്മിൽ ഒരു ആശയവിനിമയം ഉണ്ടല്ലോ അല്ലേ? എന്റെ യൂണിവേഴ്സിറ്റിയിൽ മലയാളികൾ കുറവാണ്. ഞങ്ങളൊരു 4-5 പേരേ ഉള്ളൂ. ഞങ്ങൾ തമ്മിൽ എപ്പോഴും കോൺടാക്ട് ആണ്. പക്ഷെ കൂടുതലും എനിക്ക് തോന്നുന്നു വേറെ യൂണിവേഴ്സിറ്റികളിലാണെന്ന് തോന്നുന്നു കുറച്ചും കൂടെ കൂടുതൽ മലയാളികൾ ഉള്ളത്. ഇപ്പം എനിക്കൊന്ന് ഹീബ്രു യൂണിവേഴ്സിറ്റി, അരിയൽ യൂണിവേഴ്സിറ്റി അവിടെയൊക്കെയാണെന്ന് തോന്നുന്നു കൂടുതൽ പേരുള്ളത്. എനിക്ക് അങ്ങനെ പേഴ്സണലി എനിക്ക് അത്രയും മലയാളികളെ അറിയത്തില്ല ആ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന. എന്റെ യൂണിവേഴ്സിറ്റിയിലുള്ളവരെയും പിന്നെ ടെക്നിയോണിലുള്ള കുറച്ച് പേരെ എനിക്കറിയാം. എന്ന് പറഞ്ഞാൽ അത് ഹൈഫയിൽ തന്നെയുള്ള വേറൊരു യൂണിവേഴ്സിറ്റിയാണ്. എല്ലാ യൂണിവേഴ്സിറ്റിയിലെ മലയാളികളായിട്ട് ഞങ്ങൾ ടച്ചിലല്ല. ശരി സൂരജ്, ഏതായാലും താങ്ക് യു വെരി മച്ച് ഫോർ ജോയിനിങ് സൂരജ്. എനിവേ സ്റ്റേ സേഫ്. ഓക്കെ, താങ്ക് യു. ശരി. നാരായൺ സാർ, ഐ എം സോറി നാരായൺ സാർ, നേരത്തെ ഞാനൊന്ന് ഇന്ററപ്റ്റ് ചെയ്തത് കാരണം പെട്ടെന്ന് ശ്രീ വേണു രാജാമണിക്ക് പെട്ടെന്ന് പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ശ്രീ PM നാരായണൻ, ഇപ്പോഴിനി ഉടൻ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്താണ് താങ്കളുടെ നിരീക്ഷണത്തിൽ? ഐ മീൻ സാധ്യതയുള്ള ഒരു കാര്യം. ഐ വിൽ ടേക്ക് ജസ്റ്റ് എക്സാക്ട്ലി 3 മിനിറ്റ് ഞാൻ എടുക്കും. അത് കൃത്യമായിട്ട് എൻ്റെ ഒരു അഭിപ്രായമാണത്. കഴിഞ്ഞ കുറേ കാലമായിട്ട് ആ മേഖലയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടുള്ള ആ അനുഭവത്തിൽ നിന്ന് പറയാം. വെസ്റ്റ് ഏഷ്യ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. സൗദി, മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങൾ അവരുടെ മറ്റു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അവരുടെ ഇക്കണോമിക് സാധ്യതകൾ അന്വേഷിക്കുന്നുണ്ട്, ടൂറിസം സാധ്യതകൾ അന്വേഷിക്കുന്നുണ്ട്. അതിനൊരു കാരണം ഓയിലിൻ്റെ ബാർഗൈനിങ് പവർ കുറഞ്ഞതാണ്, നേരത്തെ സൂചിപ്പിച്ച പോലെ. പക്ഷേ ഇറാൻ എന്നത് ഇപ്പോഴും കടും പിടിച്ചു നിൽക്കുന്ന ഒരു രാജ്യമാണ്. അതാണ് ഇറാൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതിനുള്ള പ്രധാന കാരണം എന്നത് അവിടുത്തെ ഈ ആയിട്ടുള്ള ഖുമൈനി എന്നുള്ള ആത്മീയാചാര്യം തന്നെയാണെന്ന്, അതിന് യാതൊരു സംശയവുമില്ല. ഇസ്രായേലിനെ ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ കയ്യെത്തും ദൂരത്ത് ഈ ഷെൽട്ടറുകൾ ഉണ്ടാക്കി അവിടുത്തെ ജനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടി വരുന്നത് ഇസ്രായേലിന് വരുന്നത് ഇത്തരത്തിലുള്ള, അതായത് ലോകത്ത് ഇസ്രായേലിന് നിലനിൽക്കാൻ യാതൊരു അധികാരവുമില്ല എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന ഒരു ഭരണാധികാരിയാണ് ഇറാനിലുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അവർ ഈ ഹൂതി അല്ലെങ്കിൽ ഹിസ്ബുള്ള അല്ലെങ്കിൽ ഹമാസ് ഇങ്ങനെയുള്ള ആളുകളെ വെച്ച് ഇസ്രായേലിനെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അതിനുള്ളൊരു തിരിച്ചടിയാണ് ഇപ്പോൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ലാർജർ സ്കീം ഓഫ് തിങ്സ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ മേഖലയിലെ ജിയോ പൊളിറ്റിക്സിൽ വരുന്ന വലിയ രീതിയിലുള്ള മാറ്റത്തിൻ്റെ ഒരു തുടക്കമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇതിൽ ഒരു റെജീം ചേഞ്ച് എന്നാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ റെജീം ചേഞ്ച് നടത്തി തന്നെ അമേരിക്ക അടങ്ങും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്തരത്തിലുള്ളതാണ് അമേരിക്കയുടെ ഒരു പാറ്റേൺ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ പാറ്റേൺ അന്വേഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്, ദാറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. നമ്മൾ കണ്ടിട്ടുള്ളത് സിറിയയിൽ ഇപ്പം ഭരിക്കുന്നത് ഒരു ടെററിസ്റ്റാണ്, ഫോമർ ടെററിസ്റ്റാണ് ഇപ്പോൾ സിറിയ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് സിറിയയെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ പോലെ അവിടെ ട്രംപ് വന്നപ്പം സിറിയയ്ക്കുള്ള ഉപരോധങ്ങളെല്ലാം എടുത്തു മാറ്റി.
റെജീം ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ എനിക്ക് താല്പര്യമുള്ള ഒരു ഭരണാധികാരിയെ അവിടെ പ്രതിഷ്ഠിച്ച് എൻ്റെ താല്പര്യങ്ങളെ ആ രാജ്യത്ത് നടപ്പിലാക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് അമേരിക്ക കുറേ കാലങ്ങളായിട്ട് ആ മേഖലയിലെല്ലാം നടന്നത്. അമേരിക്കയുടെ ആധിപത്യം ആ മേഖലയിൽ വളരെ ശക്തവും വളരെ ഇൻഫ്ലുവൻഷ്യലുമാണ്. ഈ ഫാക്ടറുകളെല്ലാം അറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് ഒരു തരത്തിലുള്ള നെഗോസിയേഷന് ഇറാൻ തയ്യാറാവുകയാണെങ്കിൽ ആ രാജ്യത്തിനൊരു സ്കോപ്പ് ഉണ്ട്. അതല്ലെങ്കിൽ ഈ രാജ്യം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് കടക്കുമെന്നുള്ളതാണ്. ശരി ശ്രീ പി എം നാരായണൻ, വളരെയധികം ചർച്ചയിൽ വീണ്ടും ശ്രീ അഷ്റഫ് കടക്കൽ, ഒന്നെങ്കിൽ ഒരു ഭരണമാറ്റം, അതല്ലെങ്കിൽ ഒരു ഉടമ്പടിയിൽ ഒപ്പുവെക്കൽ, ഇതിലേതെങ്കിലും ഒന്നിന് ഇറാൻ വഴങ്ങേണ്ടി വരും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഞാൻ കാണുന്ന ഒരു സിനാരിയോ, ഒരു പക്ഷേ ഈ അമേരിക്ക യുദ്ധത്തിൽ നേരിട്ട് ഇടപെടുന്നതിന് മുമ്പ് ഒരു ചർച്ചയ്ക്കുള്ള ഒരു സാധ്യത ഓപ്പൺ ചെയ്യും. ആ ചർച്ചയിൽ ഇറാനോട് വളരെ കർശനമായ ചില നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കുകയും, അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇറാൻ ലീഡർഷിപ്പിന് അമേരിക്കൻ നേതൃത്വത്തിലുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത് ഇറാൻ മീഡിയ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് ട്രംപിന്റെ മേലും അമേരിക്കൻ അഡ്മിനിസ്ട്രേഷന്റെ മേലുള്ള വിശ്വാസം പൂർണ്ണമായും ഇറാൻ ലീഡർഷിപ്പിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ചർച്ചയ്ക്ക് അവർ മുന്നോട്ട് വരികയും ആ ചർച്ചയിൽ ഇറാൻ ഒരിക്കലും സ്വീകാര്യമല്ലാത്ത കണ്ടീഷൻസ് വെക്കുകയും ആ കണ്ടീഷൻസ് അല്ലെങ്കിൽ ആ ചർച്ച അവർ പരാജയപ്പെടുത്തി എന്ന പേരിൽ ഒരു പക്ഷേ അമേരിക്ക ഡയറക്റ്റ് യുദ്ധത്തിലേക്ക് ഇടപെടാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്, താങ്കൾ കാണുന്നതോ? അങ്ങനെ ഒരു ചർച്ചയുടെ ഒരു അന്തരീക്ഷം പൂർണ്ണമായി തള്ളിക്കളയാനാവില്ല. ഇറാൻ നേതൃത്വം അത് തന്നെയാണ് പറയുന്നത്. ട്രംപും പറയുന്നത് യുദ്ധമൊക്കെ ആണെങ്കിൽ പോലും ചർച്ചയ്ക്ക് തയ്യാറാണ്. തീർച്ചയായിട്ടും ശ്രീ അഷ്റഫ് കടക്കൽ പറയുന്നത് വലിയ യുക്തി തന്നെയാണ്. അസാധ്യമായ നിബന്ധനകൾ അമേരിക്ക മുന്നോട്ട് വെച്ചാൽ ഇറാൻ അത് അംഗീകരിക്കാനാവില്ല. പക്ഷെ അത് മുൻകൂട്ടി ഇറാൻ അറിയാം. ഒരു ചർച്ച, ഈ ഒരു യുക്തി ഇറാന്റെ മനസ്സിലുമുണ്ട്. ഇങ്ങനൊരു ചർച്ചയ്ക്ക് പോയിട്ട് കാര്യമെന്താണ്? ഇറാൻ പരമാവധി ഗൾഫ് രാജ്യങ്ങളെ ഹോപ്പിംഗ് അഗൈൻസ്റ്റ് ഹോപ്പ് തങ്ങളോടൊപ്പം നിർത്താൻ, ആയുധ സഹായത്തിലല്ല, ഒരു അഭിപ്രായ രൂപീകരണത്തിന് ആഗോളതലത്തിൽ ഇസ്ലാമിക ലോകത്ത് ഒരു അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കാൻ ഒരു ശ്രമവും കൂടെ നടത്തും. ഇപ്പോൾ ഇതുവരെയുള്ള ശ്രമങ്ങൾ പൂവണിഞ്ഞില്ല. അത് പൂവണിയാൻ ഇനി സാധ്യത കുറവാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു ശ്രമം കൂടെ നടത്തും. അതോടൊപ്പം തന്നെ ചൈനയുടെ ഭാഗത്തു നിന്നോ റഷ്യയുടെ ഭാഗത്തു നിന്നോ വലിയ രീതിയിലുള്ള ഒരു പ്രസ്താവന എങ്കിലും വന്നാൽ ഒരുപക്ഷെ ഒരു ലോകമഹായുദ്ധം, ലോക വിപണികൾ തന്നെ തകരും എന്ന പ്രതീതി ജനിക്കും. അതൊരു പക്ഷേ ഐക്യരാഷ്ട്രസമിതി കാര്യമായൊന്നും ചെയ്യാനാവില്ല എങ്കിൽ പോലും ഈ ഒരു സുഖകരമായ ഒരു അന്തരീക്ഷം അമേരിക്ക സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന, അമേരിക്കയ്ക്ക് അനുകൂലമാകുന്ന ഒരു അന്തരീക്ഷം പൂർണ്ണമായി അട്ടിമറിച്ചുകൊണ്ട് വേറൊരു ലോകക്രമത്തിലേക്ക് നീങ്ങാൻ ഒരുപക്ഷെ അമേരിക്ക താല്പര്യപ്പെടില്ല. അതൊരു സമ്മർദ്ദ തന്ത്രമായി പക്ഷേ അതിന് ഒരുപാട് ഈഫ്സ് ആൻഡ് ബട്ട്സ് ഉണ്ടാകണം. ശ്രീ ഗോപികൃഷ്ണൻ, ചൈനയും റഷ്യയും അതിന് തയ്യാറാവണം. അല്ലെങ്കിൽ ഞങ്ങൾ സായുധമായി പ്രതികരിക്കാൻ നിർബന്ധിതരാകും എന്ന ഒരു പ്രസ്താവന ചൈനയുടെയോ റഷ്യയുടെ ഭാഗത്തു നിന്ന് വന്നാൽ ഒരുപക്ഷെ അത് പൂർണ്ണമായി തള്ളിക്കളയാൻ ആവില്ല. അതുകൊണ്ട് തന്നെ ലോക രാഷ്ട്രീയം ആകെ മാറി മറിയുന്ന ഒരവസ്ഥയിലേക്ക് ഇത് കൊണ്ടുവന്നെത്തിക്കാൻ അമേരിക്ക താല്പര്യപ്പെടില്ല. ഇപ്പോഴത്തെ നിലയിൽ അമേരിക്കയ്ക്ക് അനുകൂലമായ സാഹചര്യമാണ്. അതുകൊണ്ട് വളയ്ക്കുകയേ ചെയ്യാവൂ, ഒടിക്കരുത് എന്ന ഒരു പ്രമാണം അമേരിക്ക മനസ്സിൽ വെച്ചുകൊണ്ട് തന്ത്രപരമായ ഒരു നീക്കം തന്നെയായിരിക്കും നടത്തുന്നത്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. അഫ്ഗാനിലും ഇറാഖിലും ലിബിയയിലും എല്ലാം പയറ്റിയ അതേ തന്ത്രമാണ് അമേരിക്ക ഇറാന്റെ കാര്യത്തിലും പയറ്റാൻ പോകുന്നതെങ്കിൽ ഒരു അനുനയ ചർച്ചയ്ക്കും അടിസ്ഥാനമുണ്ടാകില്ല. അതല്ല, ഈ പ്രശ്നം സമാധാനത്തിന്റെ വഴിയിൽ പരിഹരിക്കാൻ ഏതെങ്കിലും ലോകരാഷ്ട്രം ഇടപെടുകയും അതിലൂടെ ഫലം ഉണ്ടാവുകയും ചെയ്യൂ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്.